ഹലോ ഓൾ, വെൽക്കം ടു പി കെ ലേണിങ്സ്. അപ്പോൾ നമ്മൾ SCERTയുടെ അടുത്തൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ എടുത്തിരുന്നത് അടിസ്ഥാന വസ്തുതകളുടെ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ എടുത്തിരുന്നു. SCERTയിലുള്ള സിലബസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്ത് നമ്മളൊരു ക്ലാസ് കണ്ടക്ട് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം തുടങ്ങി വെച്ചിരുന്നു. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സാമ്പത്തിക രംഗമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുള്ള ഏരിയാസ് കുറച്ച് ഏരിയാസ് നമ്മൾ കവർ ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും 10th ലെവൽ എക്സാമുകൾക്കും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 10th ലെവൽ ക്ലാസ്സുകൾക്ക് ഇത് ഇന്ത്യൻ സാമ്പത്തിക രംഗം എന്ന് പറഞ്ഞ ടോപ്പിക്കിനുള്ളിലാണ് കിടക്കുന്നത്. അതേസമയം ഡിഗ്രി ലെവലിന് ഇതൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് മാത്രം കിടക്കുന്നുണ്ട്. അത്രയും റെലവൻസ് അതിനുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 6th സ്റ്റാൻഡേർഡ് മുതൽ 12th വരെയുള്ള ക്ലാസ്സുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള നോട്ട്സ് എല്ലാം നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട SCERT ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ലെവലിലുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ഇതിന് കൂടാതെ നമ്മൾ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കേൾക്കാൻ ശ്രമിക്കുക. അതുവഴി കുറച്ചും കൂടി ആഡഡ് ആയിട്ട് പഠിക്കാനും ശ്രമിക്കുക. അപ്പോൾ SCERTയിൽ സ്കൂൾ സിലബസിൽ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദേശീയ വരുമാനം അല്ലെങ്കിൽ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിൻ്റെ പാർട്ട് 2 ആയിട്ട് നമ്മൾ എടുക്കുന്നത് ദേശീയ വരുമാനം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് എന്താണ് ദേശീയ വരുമാനം എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു വർഷത്തെ ആകെ വരുമാനത്തെ ആ രാജ്യത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നു. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഒരു രാജ്യത്തിന് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു വർഷത്തെ ആകെ വരുമാനത്തെ ആ രാജ്യത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നു. അപ്പോൾ ഒരു രാജ്യത്തിന് എന്താണ് മൊത്തം ലഭിക്കുന്ന ഒരു വർഷം ലഭിക്കുന്ന മൊത്തത്തിലുള്ള വരുമാനത്തിനാണ് നമ്മൾ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. എന്തിനാണ് ഈ വാർഷിക വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വാർഷിക വരുമാനം എന്ന് പറഞ്ഞ കോൺസെപ്റ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ റെലവൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു രാജ്യം എത്രത്തോളം പുരോഗതി കൈവരിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ വാർഷിക വരുമാനത്തെക്കാൾ ഈ വർഷം എത്രത്തോളം പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് അറിയാം. കൂടാതെ മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാം, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് പുരോഗതി അനുസരിച്ചിട്ട്. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സെക്ടർ, ആ ഒരു ഏരിയ എവിടെ എത്തിയിട്ടുണ്ട്? അമേരിക്കയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ചൈനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഇതൊക്കെ നമ്മൾ ന്യൂസിൽ സ്ഥിരം കേൾക്കാറുള്ളതാണ്. ഇന്ത്യ ചൈനയെ മറികടന്നു, ഇന്ത്യ ജപ്പാനെ മറികടന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അവിടെയൊക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുന്ന ഒരു മെട്രിക് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ഒരു വളർച്ച അളക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ആ രാജ്യത്തിൻ്റെ വാർഷിക വരുമാനം. രണ്ടാമത് വേറെ ഡെഫിനിഷൻ നമ്മൾ കേട്ടു. ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് രാജ്യത്തിൻ്റെ വാർഷിക വരുമാനം. അപ്പോൾ നമ്മൾ ഇക്കണോമിക്സ് ഇതുപോലത്തെ ഏരിയസൊക്കെ പഠിക്കുമ്പോൾ ഓരോ കീവേഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കീവേഡ്സ് നമ്മൾ മനസ്സിലാക്കുക. ഒരു സാമ്പത്തിക വർഷമാണ്, ഓരോ രാജ്യങ്ങളുടെ സാമ്പത്തിക വർഷങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മുതൽ മാർച്ച് വരെ നീളുന്നതാണ് ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. ഇത് കൂടാതെ അന്തിമ സാധനങ്ങളാണ്. അതായത് അന്തിമ സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ടാവും, ഫൈനൽ ഗുഡ്സ് ഉണ്ടാവും. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ നമ്മളൊരു കാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്കിൽ കാറിന് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരുപാട് ഗുഡ്സ് ഉണ്ട്. ഉദാഹരണത്തിന് അതിന് സ്റ്റീൽ ഉണ്ടാവും, അതിനകത്ത് പ്ലാസ്റ്റിക് ഉണ്ടാവും, അതിനകത്ത് റബ്ബർ ഉണ്ടാവും, അതുപോലെ ഒരുപാട് കമ്പോണൻസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മളൊരു പ്രൊഡക്റ്റായിട്ട് ഒരു കമ്പനി ഇറക്കുന്നത്. ഇതെല്ലാം കൂടി പല പ്രൊഡക്റ്റുകളായിട്ട് എന്ത് ചെയ്യുന്നു? വാങ്ങിച്ച് അസംബിൾ ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ആ കാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ അന്തിമ ഗുഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അന്തിമ സാധനം എന്ന് പറയുന്നത് എന്താണ്? ആ കാറാണ്. അപ്പോൾ അന്തിമ സാധനങ്ങളുടെ വാല്യൂ ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? എന്താ? നമ്മളിത് റിപ്പീറ്റഡ് ആയിട്ട് വാല്യൂ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കും. നാളെ അതിനകത്ത് വെച്ചിരുന്ന ആ ഒരു സ്റ്റീലിൻ്റെ കണക്കെടുക്കുന്നുണ്ട്, ഗ്ലാസിൻ്റെ കണക്കെടുക്കുന്നുണ്ട്, റബ്ബറിൻ്റെ കണക്കെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കാറാകുമ്പോൾ കാറിൻ്റെ കണക്ക് പിന്നെ എടുക്കുന്നു. അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ പിന്നീട് ഇപ്പോൾ ടാക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കാസ്കേഡിങ് എഫക്റ്റ് ഒഴിവാക്കാനായിട്ട് നമ്മൾ പുതിയതായിട്ട് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്? റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനൽ ഗുഡാണ് നോക്കേണ്ടത്. അത് ഓർത്ത് വയ്ക്കുക. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിനകത്ത് അന്തിമ സാധനം എന്നല്ല എങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്താവും? വീണ്ടും കൺഫ്യൂസിങ് ആവും, അത് തെറ്റാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷമാണോ എന്ന് നോക്കണം, അന്തിമ സാധനങ്ങളാണോ എന്ന് നോക്കണം, സാധനങ്ങളും സേവനങ്ങളും ഉൾപ്പെടുന്നുണ്ട്, അതിൻ്റെ പണമൂല്യമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ നീളുന്നതാണ് ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയും വിവിധ മേഖലകളുടെ സംഭാവനയും കണക്കാക്കുകയും മറ്റ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുമായി താരതമ്യം ചെയ്യുകയും സാധ്യമാവുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള സമയത്താണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ളതാണ് ഒരു സാമ്പത്തിക വർഷമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. കൂടാതെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയും വിവിധ മേഖലകളുടെ സംഭാവനകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അഗ്രികൾച്ചർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സേവന മേഖലകൾ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ വ്യാവസായിക മേഖല എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാം. ഏത് മേഖല എത്രത്തോളം വളർന്നിട്ടുണ്ട്, ഏതാണ് ശുഷ്കിച്ച് കിടക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് പ്ലാനിങ് എന്ത് ചെയ്യാം?
കുറച്ചും കൂടി റിലവൻ്റ് ആക്കാം. അപ്പോൾ നമ്മൾ പഞ്ചവത്സര പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ എന്താ കാണുന്നത്, പഞ്ചവത്സര പദ്ധതികൾക്ക് ഓരോന്നിനും ഓരോ ഫോക്കസ് ആയിരിക്കും. ആദ്യം കൃഷിക്കാണെങ്കിൽ പിന്നെ വ്യവസായത്തിനായിരിക്കും. അപ്പോൾ ഏതിനാണോ കുറവുള്ളത്, ഏതിനാണോ ബൂസ്റ്റ് കൊടുക്കേണ്ടത്, അതിന് കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ ഒരു ഗുണമാണ് ഈ പറയുന്നത്. അടുത്തത്, ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഓഫീസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അപ്പോൾ എന്താണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ പ്രത്യേകത? പണ്ടുണ്ടായിരുന്ന എന്തായിരുന്നു? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും CSOയും NSSOയും ചേർന്ന് 2019 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് രൂപീകൃതമായത്. അതായത് CSOയും പണ്ടുണ്ടായിരുന്ന 2 ഓഫീസുകളായിരുന്നു, CSOയും NSSOയും. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും ഇവർ ചെയ്തിരുന്ന കർമ്മങ്ങളെല്ലാം കൂടി ഒരുമിച്ചാക്കി 2019 രൂപീകൃതമായതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. പുറത്ത് വയ്ക്കുക. ഇപ്പോൾ നിലവിലുള്ള എന്താണ്? NSO ആണ്. NSO അഥവാ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇന്ത്യയിലെ ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് NSO. അതായത് ഇന്ത്യയിലെ ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള സ്ഥിതി വിവര കണക്കുകളെല്ലാം കണക്കുകൂട്ടുന്നത് ആരാണ്? സ്ഥിതി വിവര കണക്കുകളെല്ലാം കണക്ക് കൂട്ടുന്ന ആരാണ്? NSO ആണ്. നിലവിലുള്ള NSO ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ദേശീയ വരുമാനം എന്താണെന്നും അത് കണക്ക് കൂട്ടുന്നത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു. ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. എങ്ങനെയൊക്കെയാണ് ദേശീയ വരുമാനങ്ങൾ കണക്ക് കൂട്ടുന്നത്? 3 പ്രധാനപ്പെട്ട രീതികളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഒന്ന്, ഉൽപ്പന്ന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ്, വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡ്, ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. 3 പ്രധാനപ്പെട്ട രീതികളാണ് ഉള്ളത്. ഉൽപ്പന്ന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ്, വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡ്, ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട രീതികളിലാണ് നമ്മൾ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദേശീയ വരുമാനം കണക്ക് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അടിസ്ഥാന വസ്തുതകൾ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ട് ഇതിൻ്റെ 10th ലെവലിലൊക്കെ ആണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും പഠിക്കുന്ന സമയത്ത് ഓർത്ത് വെക്കണം. ദേശീയ വരുമാനം ഇത്തരത്തിലൊക്കെ കണക്ക് കൂട്ടി തുടങ്ങിയത് എന്നാണ്? നമ്മുടെ പ്രധാന വ്യക്തികളുണ്ട്. ദാദാബായ് നവറോജി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, VKRV റാവു എന്ന് കേട്ടിട്ടുണ്ടാവും, മഹലനോബിസ് എന്ന് കേട്ടിട്ടുണ്ടാവും. നമ്മൾ അടിസ്ഥാന വസ്തുതകൾ പഠിച്ചപ്പോൾ കേട്ടിട്ടുള്ള ചില പേരുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇവരുടെയൊക്കെ പ്രത്യേകത എന്താണ്? ഈ ഒരു ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന പേരിൽ പ്രചരിക്കുന്ന 3 വ്യക്തികളാണ്. ഇവർ ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഇത് കണ്ടെത്തിയത്, എന്താണ് കണ്ടെത്തിയത് എന്നുള്ള കാര്യങ്ങളുടെ റെലവൻസിലാണ് ആൻസർ ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യത. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സ്വാതന്ത്ര്യത്തിനൊക്കെ മുൻപ് ആദ്യമായിട്ട്, അതായത് ഇന്ത്യ എന്ന് പറയുന്നൊരു പ്രദേശത്തെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യാനൊരു ശ്രമം നടത്തിയത് ദാദാബായ് നവറോജിയാണ്. 1867 അദ്ദേഹം എന്ത് ചെയ്തു? ഈ പറയുന്ന ദേശീയ വരുമാനം അൺഒഫീഷ്യലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തി. പിന്നീട് അത് ഭയങ്കര ഒഫീഷ്യലായിട്ട് ചെയ്യേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് VKRV റാവു ആണ്. 19ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 20ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും പുത്തൻ രീതികളുമായിട്ട് എന്ത് ചെയ്തു? VKRV റാവു ഒരു ഒഫീഷ്യലായിട്ടുള്ള രീതിയിൽ ഇതിന് എന്ത് ചെയ്തു? ഒരു അപ്രോച്ച് നടത്തി. ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലാണ് അപ്രോച്ച് നടത്തിയത്. അപ്പോൾ സയൻറ്റിഫിക് ആയിട്ട് ആദ്യമായിട്ട് നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ VKRV റാവു ആണ്. ആദ്യമായിട്ട് നടത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാദാബായ് നവറോജിയാണ്. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം മഹലനോബിസ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത് കണക്ക് കൂട്ടാൻ ശ്രമിക്കുന്നത് ആരാണ്? മഹലനോബിസ് ആണ്. പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് ആണ്. ഈ 3 വ്യക്തികളുടെ കാര്യം ഓർത്തിരിക്കുക. അൺഒഫീഷ്യലായിട്ട് ആദ്യമേ നടത്തിയത് ആരാണ്? അൺസയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലാണ് നടത്തിയത് ആര്? ആദ്യമായിട്ടൊരു ശ്രമം നടത്തി എന്നുള്ള പേരിലാണ് നമുക്ക് പറയാൻ പറ്റുക ദാദാബായ് നവറോജിയെ. അതിനുശേഷം നടത്തിയ ഒരു വ്യക്തിയാണ് VKRV റാവു. സയൻറ്റിഫിക് രീതിയിൽ ആദ്യമായിട്ട് നടത്തി. അതിനുശേഷം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നടത്തിയത്, അതായത് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു രീതിയിൽ ഒഫീഷ്യലായിട്ട് നടത്തിയ ഒരു വ്യക്തിയാണ് ആര്? മഹലനോബിസ് എന്ന് പറയുന്നത്. ഇതൊരു ഫാക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക, കൺഫ്യൂഷൻ ആവാതിരിക്കുക. അപ്പോൾ 3 പ്രധാനപ്പെട്ട രീതികളെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്തു. ഇനി രീതികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തേതാണ് ഉൽപ്പന്ന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ്. ഉൽപ്പന്ന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ്. ഉൽപ്പന്ന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ്. എന്താണ് ഈ ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത്? ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യത്തെ അടിസ്ഥാനമാക്കി വരുമാനം കണ്ടെത്തുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി. പേരിൽ തന്നെയുണ്ട് ഉൽപ്പന്നങ്ങൾ അഥവാ പ്രൊഡക്ട്സ്. നമ്മൾ ഈ പേര് പറയുന്നത് അങ്ങനെയാണ്, ഉൽപ്പന്നം അഥവാ പ്രൊഡക്ട്സ്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിലാണ് ദേശീയ വരുമാനം കണക്ക് കൂട്ടുന്നത് നമുക്കറിയാം. അപ്പോൾ ആ സാമ്പത്തിക വർഷത്തിൽ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഉൽപ്പന്ന രീതിയിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അഗ്രികൾച്ചർ, അത് ഡയറക്റ്റായിട്ട് നമ്മളൊരു റോ മെറ്റീരിയലിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അത് പ്രാഥമിക മേഖലയിൽ വരും. അതേസമയം ഈ എക്സ്ട്രാക്ട് ചെയ്ത റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ മറ്റൊരു വസ്തുവിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ദ്വിതീയ മേഖലയിൽ വരും. ഇതൊന്നും കൂടാതെ തൃതീയ മേഖലകൾ എന്തൊക്കെയാണ് വരിക? സേവനങ്ങൾ വരും. സേവന മേഖല എന്നറിയപ്പെടുന്നു. കാർഷിക മേഖല എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയാണ്. വ്യാവസായിക മേഖല എന്ന് പറയുന്നത് ദ്വിതീയ മേഖലയാണ്. സേവന മേഖല എന്ന് പറയുന്നത് തൃതീയ മേഖലയാണ്.
അപ്പോൾ ഈ 3 മേഖലകളിലും വരുന്ന സാധനങ്ങളെ ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് എന്താണ്, അല്ലെങ്കിൽ സേവനങ്ങൾ എന്താണ്, ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉൽപ്പന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പ്രൊഡക്റ്റ് മെത്തേഡാണല്ലോ. അപ്പോൾ പ്രൊഡക്റ്റുകൾ 3 മേഖലകളിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകളെ നമ്മൾ കൂട്ടി അതിൻ്റെ മൊത്തം പണമൂല്യം എത്ര ഉണ്ടാവുന്നുണ്ട് എന്ന് കണക്ക് കൂട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ X1, X2, X3 എക്സെട്ര അപ് ടു Xn എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പ്രൊഡക്റ്റുകളിലൊക്കെ പണമൂല്യമാണ് ഈ എക്സുകൾ. ഈ എക്സുകളെ എന്ത് ചെയ്യുന്നു, എല്ലാത്തിനും കൂടെ കൂട്ടി സമ്മേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ദേശീയ വരുമാനം ഉൽപ്പന്ന രീതിയിലൂടെ കണക്ക് കൂട്ടുന്നത്, അഥവാ പ്രൊഡക്റ്റ് മെത്തേഡിലൂടെ കണക്ക് കൂട്ടുന്നത്. വെറുതെ അതിൻ്റെ പണമൂല്യങ്ങളെല്ലാം കൂടി എന്ത് ചെയ്താൽ മതി, സമ്മേഷൻ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. അടുത്ത പ്രധാനപ്പെട്ട രീതിയാണ് വരുമാന രീതി. വരുമാന രീതി എന്താണ് വരുമാന രീതി എന്ന് പറഞ്ഞാൽ? പേരിൽ തന്നെ ഉണ്ടല്ലോ, എല്ലാം പേരിൽ തന്നെ ഉണ്ട്, നമുക്ക് കൺഫ്യൂസിങ് ആവാതെ ആലോചിക്കാവുന്നുള്ളൂ. ഇക്വേഷൻസ് മാത്രം ഓർത്തിരിക്കാൻ ശ്രമിക്കുക. വരുമാന രീതി എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക വർഷം, അത് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പഠിച്ച ഒരു സാമ്പത്തിക വർഷമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഉൽപാദക ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളായ പാട്ടം, വേതനം, പലിശ, ലാഭം തുടങ്ങിയവയുടെ പണമൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? ഉൽപാദക ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്നതിന് 4 വ്യക്തമായിട്ടുള്ള മേഖലകൾ നമുക്കറിയാം. അവിടെ നിന്നുള്ള വരുമാനത്തിൻ്റെ സമ്മേഷൻ എടുക്കേണ്ടത് ഇത് ഇവിടുന്ന് അത് കിട്ടി ഇവിടുന്ന് ഇത് കിട്ടിയെന്നല്ല, കൃത്യമായിട്ട് നമുക്കൊരു ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ളൊരു മേഖലകളുണ്ട്. അത് നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ഉൽപാദക ഘടകങ്ങൾ. അതിൽ നിന്നും ലഭിക്കുന്ന പ്രതിഫലങ്ങളാണ് എന്ത് നമുക്ക് പറയുന്നത്, ഇവിടുത്തെ മണി വാല്യൂ ഉണ്ടാകുന്നത്. ഈ മണി വാല്യൂവിൻ്റെ സമ്മേഷനാണ് നമുക്ക് വരുമാന രീതിയിലൂടെ കണക്കാക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണത്? ഒന്നാമത്തേന്ന് പറയുന്നത് ഭൂമിയാണ്. ഭൂമിയിൽ നിന്നും ലഭിക്കുന്നത് പാട്ടമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റെൻറ്റ് കിട്ടുന്നു. തൊഴിൽ എന്ന് പറയുന്നതിൽ നമുക്ക് വേതനം കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് സാലറി കിട്ടുന്നു. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് എന്ത് ചെയ്യുന്നു, കൂലി കിട്ടുന്നു. മൂലധനം അഥവാ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? പൈസ മാത്രമല്ല, മെഷീനറി ഇതൊക്കെ എന്താണ്, ക്യാപിറ്റൽസിൽ വരുന്നതാണ്, മൂലധനത്തിൽ വരുന്നതാണ്. അതിന് പലിശ കിട്ടുന്നു. സംഘാടനം അഥവാ ഓർഗനൈസേഷൻ, ഈ പറയുന്ന ഭൂമിയും തൊഴിലും മൂലധനം ചേർന്ന് അതിന് 3നെ മാനേജ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് സംഘാടനം എന്ന് നമ്മൾ മുന്നേ പഠിച്ചിരുന്നു. ഈ പറയുന്ന 3 മാനേജ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംഘാടനത്തിലൂടെ നമുക്ക് എന്ത് കിട്ടും? ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നു. അപ്പോൾ ഈ പറയുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം തുടങ്ങിയവയുടെ മൊത്തം പണമൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെന്ത് കണക്ക് കൂട്ടുന്നത്? ദേശീയ വരുമാനം കണക്ക് കൂട്ടുന്നത്. അങ്ങനെ കണക്ക് കൂട്ടിയാൽ അതിന് പറയുന്ന പേരാണ് വരുമാന രീതി. ഇപ്പോൾ വരുമാനം എവിടെ നിന്നൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാധനങ്ങളായിരുന്നു പാട്ടം, വേതനം, പലിശ, ലാഭം എന്ന് പറയുന്നത്. അന്ന് നമുക്ക് റെൻറ്റ് കിട്ടി, അവിടുന്ന് സാലറി കിട്ടി, ഇൻട്രസ്റ്റ് കിട്ടി, പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഈ പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാധനങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? മൊത്തം സമ്മേഷൻ ചെയ്ത് വരുമാന രീതിയിലൂടെയുള്ള നമ്മൾ ദേശീയ വരുമാനം നമ്മൾ കണക്ക് കൂട്ടി. അപ്പോൾ 2 രീതികൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് 3ാമത്തെ രീതിയാണ്. എന്താണ് 3ാമത്തെ രീതി? 3ാമത്തെ രീതിക്ക് മുമ്പ് ജസ്റ്റ് ഒരു ഇക്വേഷൻ ആയിട്ട് ഇത് ഓർത്തിരുന്നാൽ മതി. ദേശീയ വരുമാനം എന്ന് പറയുന്നത് R+W+I+P ആണ്. ഇക്വേഷൻ ഒന്നും കണ്ടുപേടിക്കേണ്ട. ഇക്വേഷനിൽ ഉദ്ദേശിക്കുന്നത് R എന്ന് പറയുന്നത് എന്താണ്? റെൻ്റാണ്, അഥവാ പാട്ടമാണ്. W എന്ന് പറയുന്നത് വേജ് അഥവാ വേതനമാണ്, അല്ലെങ്കിൽ സാലറിയാണ്. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് അഥവാ പലിശയാണ്. കൂടാതെ P എന്ന് പറയുന്നത് ലാഭമാണ്. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട അടുത്ത രീതിയാണ് ചെലവ് രീതി. നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുള്ളൊരു സാധനം ചെലവ് രീതിയാണ്, അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ് നമ്മൾ പറയും. എന്താണ് ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അഥവാ ചെലവ് രീതി എന്ന് പറഞ്ഞാൽ? എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെ എക്സ്പെൻഡിച്ചർ വരും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. അപ്പോൾ ആരുടെ ചിലവാണ്? നമ്മളിപ്പോൾ 2ാമത്തെ കാര്യം പറഞ്ഞപ്പോൾ ഉൽപ്പന്ന രീതി പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതിലേക്ക് കടന്നപ്പോൾ എന്ത് പറ്റി? നമുക്കവിടെ കൃത്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വരുമാന രീതി കണ്ടെത്തിയത്. ചെലവ് രീതി എന്ന് പറഞ്ഞാലോ അവിടെ ആരുടെയൊക്കെ ചിലവുകളാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് അവിടുത്തെ റെലവൻറ്റ് ഫാക്ടർ. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു സാമ്പത്തിക വർഷത്തിൽ കോമൺ ആണ് രാജ്യത്തെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചെലവ് രീതി. അപ്പോൾ എന്താണ്? മൊത്തത്തിൽ ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങൾ മുഴുവനായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവ് എത്ര വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്ക് കൂട്ടുന്ന രീതിയാണ് നമ്മളെന്ത് പറയുക? ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയേണ്ടത്. അപ്പോൾ ഇവിടെ ദേശീയ വരുമാനം എന്ന് പറയുന്നത് C+I+G+X-M ആണ്. ഇത് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, എന്താണ് സംഭവം എന്നൊക്കെ. വളരെ ഈസി ആയിട്ട് നമുക്കിത് മനസ്സിലാക്കാം. ഇത് ഓരോ ആളുകളുടെയും ചെലവുകളെയാണ്. ദേശീയ വരുമാനം കണക്ക് കൂട്ടാൻ വേണ്ടി ചെലവുകളെ നമ്മൾ ആശ്രയിക്കുന്നു. അപ്പോൾ ഈ ചെലവുകൾ ആരുടെയൊക്കെയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഇക്വേഷനിൽ വന്നിരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സിയും ഐ ജിയും നമ്മൾ കൂട്ടിയിരുന്നു. അപ്പോൾ നമ്മളോട് ഒന്നും കൂടെ അത് എഴുതി വയ്ക്കാം. CIG X-M ഇതെല്ലാം നമ്മൾ കൂട്ടുകയാണ്.
ഇതായിരുന്നു ബേസിക് ഇക്വേഷൻ പഠിച്ചിരിക്കണം. അപ്പോൾ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട, ഓരോന്നും എന്താണെന്ന് അറിഞ്ഞിട്ട് കൂട്ടിയാൽ മതി, അതെന്തൊക്കെയാണെന്നുള്ള കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ആദ്യം അറിയേണ്ടത് ഉപഭോഗ ചെലവ്, സി എന്ന് പറയുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ അഥവാ ഉപഭോഗ ചെലവാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഉപഭോഗ ചെലവ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡാണ്. ഹൗസ് ഹോൾഡ് അഥവാ ഉപഭോഗ ചെലവ് നിർവഹിക്കുന്ന ഗാർഹിക മേഖലയാണ്. അപ്പോൾ ഇവിടെ ഹൗസ് ഹോൾഡുകളാണ് ഇവിടെ എന്ത് പറ്റുക, ഹൗസ് ഹോൾഡുകളും കൂടാതെ നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള കമ്പനികളും ഉണ്ടാവും. അപ്പോൾ പ്രോഫിറ്റ് ഒന്നും സ്വീകരിക്കാത്ത ഒരു ബിസിനസ് നടത്തുന്ന രീതിയിൽ എന്താ പറയുക, ഒരു പ്രോഫിറ്റ് ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനികളല്ല, ചില നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ ഉണ്ടാവും. ഈ നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കൂടാതെ ഹൗസ് ഹോൾഡ്, നമ്മുടെയൊക്കെ ചിലവുകൾ എന്തൊക്കെയാണ് വീട്ടിൽ വരുന്നത് എന്നുള്ളതിനാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപഭോഗ ചെലവ്. നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, നമ്മൾ ഉപഭോഗം ചെയ്യുന്നുണ്ട്, നമ്മളൊരു ഉപഭോക്താവാണ്. അപ്പോൾ ഈ ഉപഭോഗ ചെലവ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിനടിയിൽ വരുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിനാണ് നമ്മൾ സി എന്ന് പറഞ്ഞ വാല്യൂ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നിക്ഷേപ ചെലവ് അഥവാ ഐ, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമ്മൾ ഗാർഹികമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അടുത്തത് വരാനുള്ള ആരാണ്, പ്രോഫിറ്റ് ഉണ്ടാക്കാത്ത കമ്പനികളും കഴിഞ്ഞു. ഇനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾ അഥവാ ബിസിനസ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്ന ഓർഗനൈസേഷൻസിൻ്റെ ആണ് എന്ത് വരിക, നിക്ഷേപ ചെലവ് വരിക. അപ്പോൾ അവർക്ക് ഐ അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ വരും. അവർ പല രീതിയിലും കമ്പനിയിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വരും. അതിനുള്ള ഒരുപാട് ചെലവുകൾ അവർക്ക് ഉണ്ടാവും. ഇപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവാം. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവിടെ നടത്തുമ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമുണ്ട്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ പഠിച്ചൊരു കാര്യമുണ്ട്. ഒരു കമ്പനി റൺ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി അവർക്ക് എന്തൊക്കെ ചിലവുകൾ വരുന്നു. നമ്മൾ അതിൻ്റെ പോർഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പറഞ്ഞു. അതിനകത്ത് ഫിക്സഡ് ആയിട്ടുള്ള ചിലവുകളുണ്ട്, അല്ലാത്ത ചിലവുകളുണ്ട്. ഇപ്പോൾ മെഷീനറി കോസ്റ്റുകൾക്ക് വേണ്ടി വരുന്ന ചിലവുകളും അഥവാ നമ്മൾ ലാൻഡിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ചിലവുകളെ നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഫിക്സഡ് ആയിട്ടുള്ള ചിലവുകൾ, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് വരുന്നുണ്ട്. അത് കൂടാതെ ലേബർക്ക് പോലുള്ള ചിലവുകൾ എന്താണ്, വോളറ്റൈൽ ആയിട്ടുള്ള രീതിയിലും വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് പല രീതിയിലുള്ള ചിലവുകളും വരാം. ആ കമ്പനി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാശ് വേണം, ലേബറിന് വേണ്ടിയിട്ടുള്ള കാശ് വേണം, ലാൻഡിനും മെഷീനറി കോസ്റ്റിനുള്ള കാശ് വേണം. ഇതൊക്കെ അയാൾ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, അതിന് വേണ്ടിയിട്ട് വരുന്ന ചിലവുകൾ എന്ന് പറയാം. അപ്പോൾ ഇത് പ്രധാനമായിട്ട് കമ്പനികൾക്കാണ് വരിക. അപ്പോൾ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ സർക്കാരിന് ചിലവ്. നമ്മളും കമ്പനികളും ഉണ്ട്. ഇനി ഇവരൊക്കെ നോക്കുന്ന ആരാണ്, സർക്കാരാണ്. സർക്കാരിന് അതിൻ്റേതായിട്ട് ചിലവുകളുണ്ട്. ഇപ്പോൾ ഓരോ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള സബ്സിഡികളും കാര്യങ്ങളൊക്കെ കൊടുക്കണം, ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കണം, ഇപ്പോൾ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ നടത്തണം. ഗവൺമെൻറ്റിന് എപ്പോഴും എന്തുണ്ട്, ഗവൺമെൻറ്റിൻ്റേതായിട്ട് ചില എക്സ്പെൻഡിച്ചറുകൾ ഉണ്ടാവും. ഈ സർക്കാർ ചിലവ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ കണക്ക് കൂട്ടുന്നു. അപ്പോൾ സർക്കാർ ചിലവിനെയാണ് നമ്മൾ ജി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തത്. സി എന്ന് പറയുന്നത് ഗാർഹികമായിട്ടുള്ള ഉപഭോഗ ചെലവുകളായിരുന്നു. ഐ എന്ന് പറയുന്നത് കമ്പനികളുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളുടെ നിക്ഷേപ ചെലവുകളായിരുന്നു. ജി എന്ന് പറയുന്നത് സർക്കാർ ചെലവുകളാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാണ് ഇമ്പോർട്ടൻറ്റ്, എക്സ് മൈനസ് എം അഥവാ അറ്റ കയറ്റുമതി, നെറ്റ് എക്സ്പോർട്ട്. എന്താണ് ഈ നെറ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ, എക്സ് മൈനസ് എം എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടാണ്. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, കയറ്റുമതിയിൽ നിന്നും ഇറക്കുമതി കുറയ്ക്കുന്നു. അപ്പോൾ അതിനെ മൊത്തം എന്താണ്, എക്സ്പോർട്ടിൽ നിന്നും ഇമ്പോർട്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, അറ്റ കയറ്റുമതി അഥവാ നെറ്റ് എക്സ്പോർട്ട് കിട്ടുന്നു. അപ്പോൾ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇവിടുന്ന് ഒരു സാധനം കയറ്റി അയക്കുന്നു, നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെണ്ടയോ പറയുന്ന എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണ യോഗ്യമായിട്ടുള്ള അരിയോ ഗോതമ്പോ ഉണ്ടാക്കുന്നു. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കയറ്റി അയക്കുന്നു. തിരിച്ച് ഇങ്ങോട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണ സാധനങ്ങളോ അല്ലാത്തതൊക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് അതിനെ ഇക്വേറ്റ് ചെയ്തിട്ട് ഒരു കോമൺ വാല്യൂ ഉണ്ടാക്കണം. അതിനാണ് നമ്മൾ എന്ത് പറയുക, നെറ്റ് എക്സ്പോർട്ട് അഥവാ അറ്റ കയറ്റുമതി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൊത്തം കയറ്റുമതി എത്രയുണ്ടോ അതിൽ നിന്നും എന്ത് കുറയ്ക്കണം, മൊത്തം ഇറക്കുമതികൾ കുറച്ചിട്ട് കിട്ടുന്നതിനാണ് നമ്മൾ നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുക. അതിനെ നമ്മൾ എക്സ് മൈനസ് എം വാല്യൂ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സമ്മേഷൻ ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 വാല്യൂസിനെ പറ്റി പറഞ്ഞു. അപ്പോൾ മൊത്തം ഈ ഒരു മെത്തേഡ് വഴി നമ്മൾ കണ്ടെത്തുന്നതിൻ്റെ ഇക്വേഷനാണ് സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം. ഇതൊരിക്കലും കാണാതെ പഠിക്കരുത്. ആരുടെയൊക്കെ ചിലവുകളാണ്, ഹൗസ് ഹോൾഡ്, വീടുകളുടെ ചിലവ് സി, അടുത്തെന്ന് പറഞ്ഞാൽ ഐ, ബാങ്ക് കമ്പനികളുടെ ചിലവ്, വീട് കഴിഞ്ഞാൽ കമ്പനികളുടെ ചിലവ് ഐ, ഗവൺമെൻറ്റിൻ്റെ ചിലവ് അതാണ് ജി. പിന്നെ അത് കൂടാതെ ഫോറിൻ ട്രേഡ് അല്ലെങ്കിൽ വിദേശം, അതായത് നമ്മുടെ ഹൗസ് ഹോൾഡ് കഴിഞ്ഞു, അടുത്ത ലെവലിൽ ബിസിനസ് കഴിഞ്ഞു, അടുത്ത ലെവലിൽ ഗവൺമെൻറ് കഴിഞ്ഞു, പിന്നെ അന്താരാഷ്ട്ര തലത്തിലേക്ക് പോയി. അങ്ങനെ ഒരു ഓർഡറിലായിട്ട് പഠിക്കാൻ ഓർത്തിരിക്കുക. അപ്പോൾ സി കഴിഞ്ഞു, ഐ കഴിഞ്ഞു, ജി കഴിഞ്ഞു, പിന്നെയാണ് എക്സ് മൈനസ് എം വരുന്നത്. അപ്പോൾ ഈ ഒരു 4 എണ്ണത്തിൻ്റെ സമ്മിനാണ് നമ്മൾ നിസ്സാരമായിട്ട് പറഞ്ഞ ചെലവ് രീതി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഉപഭോഗ ചെലവുകൾ, നിക്ഷേപ ചെലവുകൾ, സർക്കാർ ചെലവുകളും ഒരു അറ്റ കയറ്റുമതിയും. അപ്പോൾ ഇത് ഓർഡറിലായിട്ട് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. നമ്മുടെ സ്വന്തം വീട് കഴിഞ്ഞാൽ നമുക്കൊരു കമ്പനി ബിസിനസ് ഉണ്ട്, അത് കഴിഞ്ഞ് നോക്കാനായിട്ട് ഗവൺമെൻറ് ഉണ്ട്, അന്താരാഷ്ട്ര തലത്തിലുണ്ട്. അന്താരാഷ്ട്ര എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, നെറ്റ് എക്സ്പോർട്ടാണ് എന്ന് പറയുന്നത് അറ്റ കയറ്റുമതിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത്തരത്തിൽ ചെലവ് രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് രാജ്യത്തിൻ്റെ മൊത്ത ദേശീയ ചെലവാണ്. അപ്പോൾ ഇതിലൂടെ മൊത്തം നമ്മൾ എല്ലാവരും ചെലവോടെ കാൽക്കുലേറ്റ് ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് എന്തായിട്ട് മാറിയത്, ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചർ അഥവാ GNE എന്നാണ് നമ്മൾ പറയുന്നത്. മൊത്ത ദേശീയ ചെലവ്, മൊത്തത്തിൽ ആ ഒരു നേഷനിൽ എത്രത്തോളം ചെലവുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ ഈ 4 വാല്യൂയിലൂടെ കണ്ടെത്തുന്നു.
അപ്പോൾ ഇതിനെ നമ്മൾ വേറെ GDP രീതിയിലൊക്കെ പറയുമ്പോൾ ഡിഗ്രി ലെവലിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ GDP മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ കണക്ക് കൂട്ടാം. അപ്പോൾ അത്രയും ഇതിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ആഡ് ചെയ്ത് പഠിച്ചു വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിന് സിലബസ് നോക്കിയിട്ട് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ അത്രയും വൈഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് പഠിക്കുക. 10th ലെവൽ ഡിഗ്രി ലെവൽ ക്ലാസ്സുകൾ കേട്ട് ശ്രദ്ധിക്കുക, നോട്ടുകൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബേസിക് ആയിട്ട് ടെക്സ്റ്റുകൾ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റുകളിൽ പറയുന്ന ഇതിൽ C+I+G+X-M എന്ന് പറഞ്ഞ വാല്യൂ തന്നെയാണ്. അതെന്താണെന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ടും 3 രീതിയിലൂടെ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡുകളും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കടക്കാനുള്ളത് ചില ബേസിക് ടെർമിനോളജീസ് ആണ്. എന്തൊക്കെയാണ് ബേസിക് ടെർമിനോളജീസ് നമ്മൾ പറയുന്നത് നമുക്ക് നോക്കാം. ഒന്ന് GDP യും GNP ആണ്. എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു സംഭവമാണ്. എന്താണ് GDP, GNP എന്താണ്, NDP എന്താണ്, NNP എന്താണ്, GVA എന്താണ്? ഇതെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കൺഫ്യൂഷനായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചോദ്യം ചോദിക്കുന്ന സമയത്ത് GDP എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് പറയുന്നതാണ് മനസ്സിലേക്ക് പെട്ടെന്ന് വരണമെന്നില്ല. ഇനി അഥവാ NDP എന്താണെന്ന് പറയുന്ന സമയത്ത് GU അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരൊറ്റ വാല്യൂ പഠിച്ചിട്ട് അതിൽ നിന്നും ബാക്കിയുള്ളതൊക്കെ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ Gയും Nനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. അതായത് ഇപ്പോൾ ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം. ഗ്രോസ് എന്ന് പറയുമ്പോൾ ഒരു മുഴുവൻ ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ എടുക്കുക. ഏറ്റവും വലിയ എന്താണ് ഒന്നും ഒഴിവാക്കാതെ മുഴുവനായിട്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ത് ഗ്രോസ് എന്ന് പറയുന്നത്. നെറ്റ് എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ കുറച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കും. നെറ്റ് ഫൈനൽ വാല്യൂ ആയിരിക്കും നമ്മൾ ഏറ്റവും അവസാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഗ്രോസ് കൂടുതൽ നെറ്റ് കുറവാണെന്നുള്ള കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. ഗ്രോസ് എന്ന് പറഞ്ഞാൽ വലിയതാണ്, നെറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയതാണെന്നുള്ള കാര്യം ബേസിക്കലി ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അടുത്ത് നമ്മൾ അത് വെച്ചിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുകയാണ് GDP GNP ബേസിക് ആയിട്ടുള്ള എക്കണോമിക് ടെർമിനോളജീസ്. അപ്പോൾ നമ്മൾ ദേശീയ വരുമാനമായിട്ട് ബന്ധപ്പെട്ട ചില ടെർമിനോളജീസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ GDP നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ GDP വളർന്നു, എക്കണോമിക് ഗ്രോത്തിൻ്റെ ഒരു വലിയ ഒരു മെഷർ ക്വാണ്ടിറ്റിയാണ് നമുക്ക് GDP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേര് അങ്ങനെ തന്നെ വായിച്ച് മനസ്സിലാക്കുക. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ഗ്രോസ് എന്ന് പറഞ്ഞാൽ വലിയ വാല്യൂ ആണ്, ഒന്നും കുറയ്ക്കുന്നില്ല. ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൗണ്ടറി, ഇന്ത്യയുടെ ബൗണ്ടറി ഉണ്ട്, ആ അതിരുകൾക്കുള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഉൽപ്പന്നം, പ്രൊഡക്റ്റ്. അപ്പോൾ മൊത്തത്തിലുള്ള ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അവസാന പണവാല്യമാണ് GDP എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു സാമ്പത്തിക വർഷം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? സാമ്പത്തിക വർഷത്തിൽ തന്നെയാണ്. രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും. മൂന്നാമത്തെ പോയിന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓരോ കീവേഡുകൾ നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ കീവേഡാണ് ഒരു സാമ്പത്തിക വർഷത്തിലാണ്. രണ്ടാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിലാണ്. 3 അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആണ്. 4 അതിൻ്റെ ഒരു പണമൂല്യമാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതിലെന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ സെൻറ്റൻസ് തെറ്റായിരിക്കും. അപ്പോൾ ഡെഫിനിഷൻസ് ഒക്കെ തരുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. ചെറിയ രീതിയിലുള്ള മിസ്റ്റേക്ക് വരുന്ന ഒരു ഏരിയയാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ എന്താ പ്രത്യേകത? വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനവും വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭവും ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ വരുമാനവും വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭവും ഇതിൽ ഉൾപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? GDP എന്ന് പറഞ്ഞാൽ ആഭ്യന്തര അതിർത്തി മാത്രമേ വരൂ. ഇവിടെയുള്ള ഫോറിൻ നാഷണൽസ് ഉണ്ടാവാം, നമ്മുടെ നാട്ടിലുള്ള വിദേശികളുണ്ടാവാം, ഇവരുടെ പൈസ ഇവരുടെ നാട്ടിലോട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? നമ്മുടെ അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളുടെ GDP, അതായത് വാല്യൂ ആണ് നമ്മൾ GDPയിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കാർ പുറത്തുനിന്ന് പണിയെടുക്കുന്നുണ്ട്, അത് നമ്മുടെ GDP കൂട്ടുന്നില്ല. പുറത്തുനിന്നുള്ള വിദേശികൾ ഇന്ത്യ വന്ന് പണിയെടുക്കുമ്പോൾ എന്താണ്? ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലായതുകൊണ്ട് അവരെ കൂട്ടുക വേണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്? GDPയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എത്ര പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെന്ന് മാത്രമേ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ? GDP എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. നമ്മളതിനകത്ത് ഒന്നും കുറയ്ക്കുന്നില്ല. നമ്മുടെ ഈ ഇന്ത്യയുടെ ബൗണ്ടറിക്കുള്ളിൽ എത്ര പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കൂടിയായിട്ട് എത്ര പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അതിൽ നിന്ന് എത്ര ഗുഡ്സ് കിട്ടുന്നുണ്ട്, അതിൻ്റെ അവസാന പണമൂല്യം ആ ഒരു വർഷത്തിൽ നമ്മുടെ രാജ്യത്തിന് അതിർത്തിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മൊത്തം ഗുഡ്സിൻ്റെ അവസാന പണമൂല്യം. ഈ ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ കാറിൻ്റെ ബോണറ്റിലും ഉണ്ടാക്കുന്ന സാധനങ്ങളും ഡിക്കിയിലുണ്ടാക്കുന്ന സാധനങ്ങളും ഗ്ലാസ്സിലുള്ള സാധനങ്ങളും ഒക്കെ ഓരോന്നോരോന്നായിട്ടല്ല, ഫൈനൽ ഗുഡ് എന്താണോ അതുകൊണ്ട് ഉണ്ടാക്കുന്നത്, അത് അവസാനമായിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന എന്ത് ഗുഡായിട്ടാണോ അതിൻ്റെ പണമൂല്യം നമ്മൾ കണക്കാക്കിയാണ് എന്തിൽ ചെയ്യുന്നത്? GDPയിൽ ചെയ്യുന്നത്. അപ്പോൾ അടുത്തതിൽ എന്തായിരിക്കും? ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്തായിരിക്കും? GDP കഴിഞ്ഞാൽ പിന്നെ വരുന്നതിൽ ഈ ആഭ്യന്തര അതിർത്തിയായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് GDP എന്താണെന്ന് മനസ്സിലാക്കുക. GDP എന്ന് പറയുന്നത് നമ്മുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ, ഇന്ത്യയുടെ ബൗണ്ടറി വരച്ചു കഴിഞ്ഞാൽ ആ ബൗണ്ടറിക്കുള്ളിൽ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡിസ്പൈറ്റ് ഓഫ് എന്താണ്, അതാരാ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നല്ല, ഇന്ത്യൻസ് ആണോ നോൺ ഇന്ത്യൻസ് ആണോ എന്നല്ല, നമ്മുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ അവസാന പണമൂല്യം എന്ന് പറയുന്നത് നമ്മുടെ GDPയിൽ പെടുന്ന ഒരു കാര്യമാണ്.
ഉദാഹരണത്തിന് വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുടെ സാമ്പത്തിക നേട്ടങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഉൾപ്പെടുന്നില്ല. പുറത്തുള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാരെ അമേരിക്കയിൽ പോയി ഒരു ഇന്ത്യക്കാരൻ പൈസ ഉണ്ടാക്കിയാൽ അതെന്താണ്? അമേരിക്കയുടെ GDP ആണ്. നമ്മുടെ നാട്ടിലൊരു അമേരിക്കക്കാരൻ വന്ന് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ GDP ആണ്. ബേസിക്കലി അത്ര ഓർത്തിരിക്കുക. ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്നും നേടുന്ന വരുമാനം കൂട്ടുകയും അതിൽ നിന്നും വിദേശികളും വിദേശ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിന്നും നേടുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ മൊത്ത ദേശീയ ഉൽപ്പന്നം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ NFIA എന്നാണ് പറയുക. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്താണ് NFIA എന്ന് പറഞ്ഞാൽ? GDP നിന്നും NFIA മാറ്റുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? GNP കിട്ടുക. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ എന്ത് പറയുന്നു? നമ്മുടെ അമേരിക്കക്കാരും വന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ GDPയുടെ കൂടെയാണ് കൂട്ടുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് അമേരിക്കയിലേക്ക് പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ H1B വിസയിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയുടെ പുറത്ത് പോയിട്ട് പൈസ ഉണ്ടാക്കുന്ന ഇന്ത്യക്കാരെ, അയാൾ എപ്പോഴും ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ, അയാളുടെ നാട്ടിൽ അയാളുടെ സ്വത്തുവകകളും കാര്യങ്ങളൊക്കെ ഇന്ത്യയിലാണെങ്കിൽ എന്താണ്? ഇയാളുടെ പൈസ ഇന്ത്യയിലോട്ടല്ലേ വരേണ്ടത്? അപ്പോൾ അത്തരത്തിൽ പുറത്ത് പോയി കാശുണ്ടാക്കുന്ന ആൾക്കാരുടെ പൈസ ഇങ്ങോട്ട് വരുന്ന പൈസ നമ്മൾ ഇവിടെ കൂട്ടുന്നു. ഇവിടെ നിന്നും ഒരു അമേരിക്കക്കാരൻ പൈസ ഉണ്ടാക്കി അയാളുടെ നാട്ടിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യൻ സിറ്റിസൺസ് ഉണ്ടാക്കുന്ന പണം. അപ്പോൾ ബാക്കിയുള്ള സിറ്റിസൺസിനൊക്കെ ഒഴിവാക്കി ബൗണ്ടറി എന്ന് പറഞ്ഞ ഒരു സാധനം എടുത്ത് കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഇന്ത്യൻസ് ഉണ്ടാക്കുന്ന പണം, ഇന്ത്യൻ ദേശീയ പൗരന്മാരുണ്ടാക്കുന്ന പണം, മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന അവരുടെ പണം ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇവിടെ ഉണ്ടാക്കുന്ന വിദേശികളുടെ പണം എന്ത് ചെയ്യുന്നു? അവരുടെ രാജ്യത്തേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നു. അത്തരത്തിലുള്ളൊരു വ്യത്യാസം വരുത്തിയതിന് ശേഷമാണ് നമ്മൾ എന്തിലേക്ക് എത്തുന്നത്? NFIA എന്ന് പറഞ്ഞൊരു വാല്യൂ, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഇന്ത്യക്കാരായിട്ടുള്ള പുറത്ത് താമസിക്കുന്ന ആളുകളുടെ പണം കൂട്ടുകയും ഇന്ത്യക്കാരല്ലാതെ ഇന്ത്യയിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ആളുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നു? കുറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് NFIA കിട്ടുന്നത്. അപ്പോൾ ഈ GDPയിൽ നിന്നും NFIA മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? GNP കിട്ടുന്നു. GNP അഥവാ മൊത്ത ദേശീയ ഉൽപ്പന്നം. ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമായി ഉണ്ടാക്കുന്നു. ആ ഒരു വാക്ക് ഓർത്തിരിക്കുക. ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമായിട്ട് ഉണ്ടാക്കുന്നു. ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ദേശീയ പൗരന്മാരുണ്ടാക്കുന്നു, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ സൈഡിലുള്ള ആളുകൾ ഉണ്ടാക്കുന്നതാണ് എന്ത് പറയുന്നത്? GNP. അപ്പോൾ GDPയും GNPയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലായെന്ന് കരുതുന്നു. ആഭ്യന്തരവും ദേശീയവും തമ്മിലുള്ള വ്യത്യാസമാണ്. ആഭ്യന്തരത്തിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, ഇന്ത്യയുടെ ബൗണ്ടറിക്കകത്ത്. എന്നാൽ GNP എന്ന് പറയുന്ന സമയത്തോ അവിടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കൂട്ടുന്നത്. അടുത്തത് ഈ GDPയിൽ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, രണ്ട് തരത്തിലുള്ള GDPകളുണ്ട്. നോമിനൽ GDPയും റിയൽ GDPയും. അപ്പോൾ ഈ GDP എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാല്യൂ ആണ്, എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ GDP എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ തന്നെ രണ്ട് വാല്യൂസ് ഉണ്ട്, നാമമാത്ര GDPയും യഥാർത്ഥ GDPയും. എന്താണ് നാമമാത്ര GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിലവിലുള്ള വിലയെ അടിസ്ഥാനമാക്കി GDP കണക്കാക്കുന്നതിന് നാമമാത്ര GDP എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്നൊരു ചായ കുടിക്കുന്ന 10 രൂപയ്ക്കാണെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ ചായക്ക് 10 രൂപ ആയിരിക്കില്ല, വില കൂടുന്നു. കാരണം എന്താ? ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു. ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഇക്കണോമി വളർന്നു എന്നതിന് അർത്ഥമാക്കുന്നില്ല. അപ്പോൾ ഇന്ന് കിട്ടുന്ന ആളുടെ, ചായ വയ്ക്കുന്ന ആളുടെ അതേ ഇക്കണോമിക് സ്റ്റാറ്റസ് തന്നെ ആയിരിക്കാം ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടും. പക്ഷേ ചായയുടെ വില എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലേഷൻ കാരണം കൂട്ടേണ്ടി വരുന്നു. അപ്പോൾ അയാൾ വാങ്ങുന്ന മറ്റ് സാധനങ്ങളുടെ വിലയും കൂടുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ബേസിക്കലി നേട്ടമൊന്നും ഉണ്ടാവുന്നില്ല. അയാൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക, കൂടുതൽ എണ്ണം വിറ്റ് പോയാൽ മാത്രമേ അയാൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കൂ. അപ്പോൾ ഈ പറയുന്ന ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം ഉണ്ടാകുന്നത് കൊണ്ട് ആളുകളുടെ ഇക്കണോമി അല്ലെങ്കിൽ ദേശീയമായിട്ടുള്ള മൊത്തം ഇക്കണോമി വളരുന്നുണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? അനാവശ്യമായിട്ടുള്ളൊരു ബൂസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കാം? ഈ പറയുന്ന ഇൻഫ്ലേഷൻ കൊടുക്കാം. ഈ അനാവശ്യമായിട്ട് ബൂസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പണത്തിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് ആളുകളുടെ വരുമാനം കൂടുന്നില്ല, അയാളുടെ ചിലവുകളും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതായത് ലാഭം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ നാമമാത്ര GDPയും റിയൽ GDPയും നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മണി വാല്യൂലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെന്ത് പറയാം? നാമമാത്ര GDP എന്ന് പറയാം. അപ്പോൾ GDP നമ്മൾ ഇന്നത്തെ, അപ്പോൾ നമ്മൾ പറഞ്ഞു GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തുണ്ടാക്കുന്ന മൊത്തം വസ്തുക്കളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ്. ഈ പണമൂല്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, ഗുഡ്സിന് അതിൻ്റെ വാല്യൂ കണക്ക് കൂട്ടുമ്പോൾ ഇന്നത്തെ വിലയെ തന്നെ കൂട്ടുന്നതെങ്കിൽ എന്ത് പറയാം? ഈ പണപ്പെരുപ്പം ഇതിലൊരു ഫാക്ടറായിട്ട് മാറാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ നാമമാത്ര GDP എന്ന് പറയുന്നു. നമുക്ക് വേണ്ടത് എന്താണ്? യഥാർത്ഥ GDP ആണ് നമുക്ക് വേണ്ടത്. റിയൽ GDP ആണ് നമുക്ക് വേണ്ടത്. റിയൽ GDP എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ഫിക്സഡ് ഇയർ വെക്കുന്നു, എന്നിട്ട് ആ വർഷത്തെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്, നമ്മളിന്ന് വിളിക്കുന്ന പേരാണ് ബേസ് ഇയർ. ഈ ബേസ് ഇയർ, അതായത് പണപ്പെരുപ്പം മൂലം GDP കണക്കാക്കുന്നതിൽ ഉണ്ടാകുന്ന വ്യത്യാസം മറികടക്കാൻ ഏതെങ്കിലും ഒരു വർഷത്തെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ബേസ് ഇയറിനെ അടിസ്ഥാനമാക്കി ആ വർഷത്തെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയുടെ അടിസ്ഥാനത്തിൽ GDP കണക്കാക്കുന്നതിന് യഥാർത്ഥ GDP എന്ന് പറയുന്നു. ഇപ്പോൾ 2011-12 നമ്മുടെ കറണ്ട് ബേസ് ഇയർ എന്ന് പറയുന്നത്. ഇത് മാറാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇതിൽ അത് ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഓർത്തിരിക്കുക,
2011-12 എന്ന് പറയുന്ന കാലഘട്ടത്തിന് അടിസ്ഥാനപ്പെടുത്തി നമ്മളിപ്പോൾ ബേസ് ഇയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വർഷത്തെ പണമൂല്യം എത്രയായിരുന്നു? അപ്പോൾ ഒന്ന് ചായക്ക് 8 രൂപയാണെങ്കിൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, മൊത്തം 10 ചായ ഉണ്ടെങ്കിൽ നമ്മളിന്ന് 10 ചായയുടെ അന്നത്തെ വിലയിൽ, അതായത് 10 രൂപയാണ് ചായയുടെ വില, അപ്പോൾ 100 രൂപ കണക്ക് കൂട്ടുന്നു. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ GDP. ഇനി നാളെ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യാം, ഈ പറയുന്ന ചായക്ക് 12 രൂപയാവാം. അപ്പോൾ നമ്മൾ 12 ഇൻറ്റു അന്നത്തെ പണമൂല്യമായിട്ടുള്ള 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഈ പറയുന്ന വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വയ്ക്കുക. ബേസ് ഇയർ കണക്ക് കൂട്ടുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാളെ ഇയാൾ 15 ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ 15 × 10 150 ആയി. അപ്പോൾ ഒരു 50 രൂപയുടെ റൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്, GDP-യിലുള്ള വർധനവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കാം, ഇപ്പോൾ ഈ പറയുന്ന നോമിനൽ GDP ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 15 ചായ ഉണ്ടാക്കുന്ന വ്യക്തിക്ക് പകരം അയാൾ 10 ചായ ഉണ്ടാക്കിയുള്ളൂ. പക്ഷേ അയാൾ ചായയുടെ വില കൂട്ടി. എന്ത് ചെയ്തു, ഇൻഫ്ലേഷൻ കാരണം വില കൂട്ടേണ്ടി വന്നു. 10 രൂപ എന്നുള്ളത് 15 രൂപ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റി, വീണ്ടും 15 × 10 150 ആയി. പക്ഷേ അവിടെ ഇക്കണോമി വളർന്നിട്ടില്ല. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള GDP വാല്യൂ കൂടിയിട്ടുണ്ട്. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, യഥാർത്ഥ GDP ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബേസ് ഇയർ സെറ്റ് ചെയ്യും. ആ ബേസ് ഇയറിൻ്റെ വാല്യൂ എത്രയാണോ, അന്ന് ചായക്ക് എത്ര രൂപയാണോ ആ വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നീട് എപ്പോഴും കുറേ വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കുറേ നാൾ കഴിയുമ്പോൾ BS ഇയർ മാറ്റും. ഒരുപാട് പണപ്പെരുപ്പം വന്നു കഴിയുമ്പം ബേസ് ഇയർ ഒന്നും കൂടെ എടുത്ത് മുകളിലേക്ക് കയറ്റി വയ്ക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിക്സഡ് ആയിട്ട് GDP എത്ര വളർന്നെന്ന് കൃത്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നത്. നമുക്ക് പണപ്പെരുപ്പത്തിൻ്റെ ഒരു നിഴലില്ലാതെ നമുക്കിതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ യഥാർത്ഥ GDP-യും നാമമാത്ര GDP എന്താണെന്നുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. GDP ഡിഫ്ലേറ്റർ. അപ്പോൾ ഈ പണപ്പെരുപ്പം കണ്ടെത്തണമല്ലോ. അപ്പോൾ നമുക്ക് നാമമാത്ര GDP എന്താണെന്ന് മനസ്സിലായി, യഥാർത്ഥ GDP എന്താണെന്ന് മനസ്സിലായി. ഇത് രണ്ടും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് അങ്ങോട്ട് കണക്ക് കൂട്ടാൻ പറ്റും. എത്രത്തോളം പണമൂല്യത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, പണപ്പെരുപ്പം അതിനെ എത്രത്തോളം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് GDP ഡിഫ്ലേറ്റർ. നോമിനൽ GDP-യും റിയൽ GDP-യും തമ്മിലുള്ള അനുപാതമാണ് GDP ഡിഫ്ലേറ്റർ. അഥവാ നോമിനൽ GDP ബൈ റിയൽ GDP ഇൻറ്റു 100 പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് 100 ഇട്ടേക്കുന്നത്. അപ്പോൾ റേഷ്യോ എന്ന് പറയുമ്പോൾ നോമിനൽ GDP ബൈ റിയൽ GDP രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റേഷ്യോ എടുക്കുന്നു, ഇൻറ്റു 100 ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന പെർസെൻറ്റേജ് എത്രയാണോ അതാണ് സത്യം പറഞ്ഞാൽ എന്താണ് GDP ഡിഫ്ലേറ്റർ. അതെന്താണ് ആ GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നതാണ് ആ സമയത്ത് അവിടെയുള്ള പണപ്പെരുപ്പത്തിൻ്റെ വാല്യൂ, ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത്. GDP ഡിഫ്ലേറ്റർ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നോമിനൽ GDP-യും റിയൽ GDP തമ്മിലുള്ള ഒരു അനുപാതമാണ്. ഇതെന്തുകൊണ്ട് കണക്കാക്കുന്നു, ഇൻഫ്ലേഷൻ റേറ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉപകരിക്കുന്നു. അടുത്തത് നമ്മൾ ഓൾറെഡി GDP-യും GNP-യും പഠിച്ചു. GDP എന്ന് പറയുന്നത് ആഭ്യന്തരമായി ഉണ്ടാക്കുന്ന മൊത്തം വാല്യൂ ആയിരുന്നു. GNP എന്ന് പറയുന്നത് ഇന്ത്യക്കാരുണ്ടാക്കുന്ന നാഷണൽസ് ഉണ്ടാക്കുന്ന മൊത്തം വാല്യൂ ആണെന്ന് നമ്മൾ പഠിച്ചു. ഇതിൽ നിന്നും എന്ത് കുറയ്ക്കേണ്ടി വരുന്നു, കാലാകാലങ്ങൾ കഴിയുമ്പോൾ ഈ പ്രൊഡക്ട്സിനൊക്കെ തേയ്മാനം സംഭവിക്കാം. തേയ്മാനം വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഗ്രോസ് വാല്യൂ കുറയും. ഗ്രോസ് എന്ന് പറയുന്നത് മുഴുവനായിട്ടുള്ള വാല്യൂ, ഒന്നും കുറയ്ക്കാത്ത വാല്യൂ ആണ്. ഗ്രോസിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഈ ഫൈനൽ വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഫൈനൽ നമുക്ക് അവസാനം കിട്ടുന്ന വാല്യൂ നമ്മൾ എന്ത് പറഞ്ഞത്, നെറ്റ് എന്ന് പറഞ്ഞത്, നെറ്റ് വാല്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ നെറ്റ് വാല്യൂ കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം, കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം, തേയ്മാനം കുറയ്ക്കണം. GDP-യിൽ നിന്നും തേയ്മാനം കുറയ്ക്കുമ്പോൾ NDP കിട്ടുന്നു. അതുപോലെ GNP-യിൽ നിന്നും തേയ്മാനം കുറയ്ക്കുമ്പോൾ NNP കിട്ടുന്നു. അതെങ്ങനെയാണ് വന്നത്, GDP എന്ന് പറഞ്ഞാൽ എന്താണ്, GDP-യിലെ ഗ്രോസാണ് മാറുന്നത്. അത് ഓർത്തിരിക്കേണ്ടത്. ഗ്രോസ് മാറിയിട്ട് എന്താവുന്നു, നെറ്റാവുന്നു. അപ്പോൾ ഗ്രോസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ വാല്യൂ ആയിരുന്നു, തേയ്മാനം വരുമ്പോൾ ഗ്രോസ് മാറി നെറ്റാവുന്നു, അത്രേ ഉള്ളൂ. അതുകൂടാതെ NDP നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി അതുകൂടാതെ GNP-യിൽ നിന്നും ഗ്രോസ് മാറി നെറ്റാകുമ്പോൾ എന്ത് പറ്റും, NNP ആവും, അത്രേ ഉള്ളൂ. അപ്പോൾ GDP എന്ന് പറയുന്ന വാല്യൂ, ഇപ്പോൾ ഈ 4 വാല്യൂസ് നമ്മൾ മനസ്സിലായി, GDP, NDP, GNP, NNP. ഇതിന് 4 തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കണമെങ്കിൽ GDP എന്താണെന്ന് നമുക്കറിയാം. GDP-യിൽ നിന്നും എന്ത് കുറയണം, GDP-യിൽ നിന്നും NFI, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അതായത് GDP എന്ന് പറയുമ്പോൾ നമ്മുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ പണമൂല്യമായിരുന്നു. ഇതിൽ നിന്നും എന്ത് കുറയ്ക്കുന്നു, NFIA അഥവാ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ വാല്യൂ മാത്രം എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, GNP എന്ന് പറഞ്ഞത്. ഇനി GDP-യിൽ നിന്നും തേയ്മാനം കുറച്ചപ്പോൾ NDP-യും GNP-യിൽ നിന്നും തേയ്മാനം കുറച്ചപ്പോൾ NNP-യും കിട്ടി. അപ്പോൾ ഈ 4 തമ്മിലുള്ള കണക്ഷൻ ഓർത്ത് വെച്ചാൽ നമുക്കിനി ഒരിക്കലും എന്ത് ചെയ്യില്ല, മാറിപ്പോവില്ല. അപ്പോൾ N-ൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്കറിയാം നെറ്റ് വാല്യൂ ആണ്. നെറ്റ് എന്ന് പറഞ്ഞാൽ തേയ്മാനം കുറച്ചുള്ള വാല്യൂ ആണ്. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, കുറവായിരിക്കും. G എന്ന് പറഞ്ഞാൽ ഗ്രോസ് ആണ്. ഗ്രോസ് എപ്പോഴും കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. തേയ്മാനത്തിനൊക്കെ മുന്നേ ഉള്ള വലിയ വാല്യൂ ആണ് G എന്ന് പറയുന്നത്, GDP-യും GNP-യും. ഇനി NDP, NNP എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. അതെന്താണ്, തേയ്മാനം കുറച്ചിട്ടുള്ള പൈസ ആയിരിക്കും. GDP-യുടെ തേയ്മാനം കഴിഞ്ഞിട്ടാണ് NDP കിട്ടുന്നത്, GNP-യുടെ തേയ്മാനം കഴിഞ്ഞിട്ടാണ് NNP കിട്ടുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് ആണോ നാഷണൽ ആണോ എന്നുള്ള കാര്യം നമുക്ക് പിന്നെ അറിയാം. ഡൊമസ്റ്റിക് ആഭ്യന്തര അതിർത്തിയിൽ ഉണ്ടാക്കുന്നതാണ്. നാഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യക്കാരുണ്ടാക്കുന്നതാണ്. അപ്പോൾ GDP എന്താണെന്ന് മനസ്സിലായി, GNP എന്താണെന്ന് മനസ്സിലായി, NDP എന്താണെന്നും NNP എന്താണെന്ന് മനസ്സിലായി. നമുക്കിവിടെ എഴുതിയിരിക്കുന്നതും കൂടെ ഒന്ന് വായിച്ച് നോക്കാം.
ഒരു വാഹനമോ യന്ത്രമോ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും അതിൻ്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരും. അതായത് ഏതൊരു വസ്തുവും ഉപയോഗിക്കുമ്പോഴും ആ വസ്തുവിന് പഴക്കവും തേയ്മാനവും സംഭവിക്കുന്നു. ഇത്തരം തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവിനാണ് നമ്മൾ തേയ്മാന ചെലവ്. വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ അതിനൊരു പണി വരും. ഈ പണി വരുമ്പോൾ നമ്മൾ അതിന് കുറച്ചുകൂടെ കോസ്റ്റ് ഇടേണ്ടി വരും. നമ്മൾ 1 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ച വണ്ടിയാണെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ തേയ്മാന ചെലവ് എന്ന് പറയുന്നത് നമ്മളെന്താണ് വണ്ടി പണിത് വീണ്ടും നമ്മൾ ചിലപ്പോൾ ഒരു 50,000 രൂപ അതിനകത്ത് ഇടേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ചിലവും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനകത്തേക്ക് കൂടുതലായിട്ട് ഇടേണ്ടി വരുന്നു. അപ്പോൾ ആ തേയ്മാന ചിലവ് നമുക്ക് കൂട്ടേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് തേയ്മാന ചിലവ് കുറച്ചിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് എന്തിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. GDPയുടെ തേയ്മാന ചിലവ് കുറച്ച് കഴിയുമ്പോൾ NDP കിട്ടുന്നു, അത് GNPയുടെ തേയ്മാന ചിലവ് കുറച്ച് കഴിയുമ്പോൾ NNP കിട്ടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വാല്യൂവിൻ്റെ കാര്യത്തിലെല്ലാം ഓർത്ത് വയ്ക്കുക GDP എന്താണെന്ന് GNP എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ തേയ്മാന ചിലവുകൾ നമ്മൾ പരിഗണിക്കുന്നു. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചിലവ് കുറയ്ക്കുമ്പോൾ NDPയും, അതായത് NDP = GDP മൈനസ് ഡിപ്രസിയേഷൻ കോസ്റ്റ്. നമ്മൾ മുമ്പ് പറഞ്ഞതുള്ളൂ നെറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ജിയിൽ നിന്നും എന്തെങ്കിലും കുറയ്ക്കുന്നതായിരിക്കും. ഡിപ്രസിയേഷൻ കുറയ്ക്കുന്നതിനാണ്. ഗ്രോസിൽ നിന്ന് ഡിപ്രസിയേഷൻ കുറയ്ക്കുമ്പോൾ N കിട്ടുന്നു. ഇപ്പോൾ GDPയിൽ നിന്ന് ഡിപ്രസിയേഷൻ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ NDP കിട്ടുന്നത് സാരമാണ്. അടുത്തത് മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് അഥവാ GNPയിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ, അപ്പോൾ മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ് GNP ആണ്. GNPയിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ അറ്റ ദേശീയ ഉൽപ്പന്നം കിട്ടുന്നു അഥവാ NNP കിട്ടുന്നു. അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ മൊത്തവും അറ്റവും. മൊത്തം എന്ന് പറഞ്ഞാൽ എന്താണ് മുഴുവനായിട്ടുണ്ട്. അതിലെന്ത് ചെയ്യുന്നു അറ്റം എന്ന് പറഞ്ഞാൽ കുറേ ഡിപ്രസിയേഷൻ കോസ്റ്റ് കുറയുന്നു. ബാക്കി വരുന്ന വാല്യൂനാണ് നമ്മൾ അറ്റം എന്ന് പറയുന്നത്. അതായത് അപ്പോൾ മൊത്ത വരുമാനത്തിൽ നിന്നും മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ നമുക്ക് അറ്റ ദേശീയ ഉൽപ്പന്നം കിട്ടുന്നു അഥവാ NNP എന്ന് പറയുന്നത് GNPയിൽ നിന്നും ഡിപ്രസിയേഷൻ കുറയ്ക്കുന്നതാണ്. G എന്തായിട്ട് മാറുന്നു N ആയിട്ട് മാറുന്നു. അപ്പോൾ ഓർത്ത് വയ്ക്കുക നമ്മൾ ആദ്യം പഠിച്ചതൊക്കെ നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാം. GDP നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, നമ്മുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ മാത്രം ഉണ്ടാക്കുന്നു. അഥവാ GNP എന്ന് പറഞ്ഞാലോ നമ്മുടെ പൗരന്മാർ മൊത്തം ഉണ്ടാക്കുന്നു, പുറത്തുള്ള ഇന്ത്യക്കാരുണ്ടാക്കുന്നു, ഇന്ത്യയിലുള്ള വിദേശികളെ കുറയ്ക്കുന്നു, NFIയെ കുറയ്ക്കുന്നു. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ നമുക്ക് GNP കിട്ടും. GDPയിൽ നിന്ന് ഡിപ്രസിയേഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും NDP കിട്ടുന്നു. G മാറി N ആയി. ഇനി അടുത്ത് GNPയിൽ നിന്ന് ഡിപ്രസിയേഷൻ കുറയ്ക്കുമ്പോൾ NNP കിട്ടുന്നു. അതായത് G ഗ്രോസിൽ നിന്നും നെറ്റായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു കണക്ഷൻ എപ്പോഴും ഓർത്ത് വയ്ക്കുക. GDP മാത്രം പഠിച്ചാൽ മതി. GDPയിൽ നിന്നും GNP എങ്ങനെ കിട്ടുമെന്ന് നമുക്കറിയാം. GDPയിൽ നിന്നും NDP എങ്ങനെ കിട്ടുമെന്ന് നമുക്കറിയാം. GNPയിൽ നിന്നും NNP എങ്ങനെ കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു സൈക്കിൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. GDPയിൽ നിന്ന് നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. GDPയിൽ നിന്നും NFIA പ്ലസ് തേയ്മാനം കുറച്ചാൽ നമുക്ക് നേരിട്ട് കിട്ടുന്ന NNP ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കണക്ഷൻ എപ്പോഴും ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. നമ്മൾ 10th ലെവൽ ഡിഗ്രി ലെവൽ ക്ലാസ്സുകൾക്ക് വരുമ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് പഠിക്കും. ഇനി അടുത്താണ് GVA. ഇനിയിപ്പോൾ നമ്മൾ GDP പഠിച്ചു. ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ന്യൂസിൽ കേൾക്കുന്ന ഒരു സാധനമാണ് GVA ആണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. GVA ആണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ടാവും. എന്താണ് ഈ GVA? മൊത്ത വർദ്ധിത മൂല്യം അഥവാ മൊത്ത സംയോജിത മൂല്യം, ഗ്രോസ് വാല്യൂ ആഡഡ്. അപ്പോൾ GDPയിൽ നിന്നും എന്തോ കുറയ്ക്കുന്നതാണ് എന്ത് GVA, അല്ലെങ്കിൽ GVAയോട് എന്തോ കൂട്ടുമ്പോഴേ നമുക്ക് GDP കിട്ടൂ. അപ്പോൾ ഏതൊരു എക്സാക്റ്റ് ആയിട്ടൊരു വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിനാണ് നമ്മൾ GVA എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു മൊത്തം GDP എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കൂട്ടിയത് ഒരു വസ്തുവിൻ്റെ മൊത്തം വാല്യൂ എന്നൊക്കെയാണ്. ഈ മൊത്തം വാല്യൂ എന്ന് പറയുമ്പോഴും അതിനകത്ത് ഹിഡൻ ആയിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒഴിവാക്കി ആ പ്രൊഡക്റ്റിൻ്റെ യഥാർത്ഥ മൂല്യമാണ് എന്തിൽ കൊണ്ടുവരുന്നത് GVA എന്ന് പറഞ്ഞ വാല്യൂയിലൂടെ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായിരിക്കും അഡീഷണൽ ഉള്ളത് നമുക്ക് നോക്കാം. മൊത്ത വർദ്ധിത മൂല്യം എന്നത് സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ്. ദേശീയ കണക്കിൽ മൊത്ത ഉൽപ്പന്നത്തിൻ്റെ മൂല്യത്തിൽ നിന്ന് ഇടനില ഉപഭോഗ മൂല്യം കുറച്ചാണ് മൊത്ത വർദ്ധിത മൂല്യം കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്ത വർദ്ധിത മൂല്യം GVA എന്ന് പറഞ്ഞത് എന്താണ്? മൊത്തം സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള ആകെ മൂല്യമാണ്. ഇതിൽ എന്ത് വ്യത്യാസം വരുന്നുണ്ട്? ഇടനില ഉപഭോഗ മൂല്യം കുറയ്ക്കുന്നു. ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ചാണ് മൊത്ത വർദ്ധിത മൂല്യം കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ എന്താണോ ആ ഫൈനൽ ഗുഡിൻ്റെ കാര്യം കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ GDP ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വീണ്ടും ഒരു കൺഫ്യൂഷൻ വരാൻ പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. മൊത്ത വർദ്ധിത മൂല്യം എന്ന് പറയുന്നത് മൊത്ത ഉൽപ്പന്ന മൂല്യത്തിൽ നിന്നും ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക GVA കിട്ടുക. അപ്പോൾ മൊത്തത്തിലുള്ള ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മൊത്തത്തിലുള്ള വാല്യൂയിൽ നിന്നും അതിന് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കുറയ്ക്കുമ്പോഴാണ് GVA കിട്ടുന്നത്. ഒന്നും കൂടെ ക്ലാരിറ്റി ആക്കി തരാം. GVA കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന മൂല്യം മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ഉൽപ്പന്നത്തിന്മേലുള്ള എന്ത് കണക്ക് കൂട്ടുന്നില്ല, നികുതികളോ സബ്സിഡികളോ പരിഗണിക്കുന്നില്ല. GDP കൂട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് കൂട്ടുന്നു? അതായത് നികുതികളും സബ്സിഡികളും വരുന്നുണ്ട്. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഫൈനൽ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഗവൺമെൻറ് അതിന് ടാക്സ് ചുമത്തും. ആ ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. കൂടാതെ സബ്സിഡികളും കൊടുക്കേണ്ടി വരുന്നു. അതായത് സബ്സിഡികൾ എന്താണ്? ആർക്കാണ് ഗുണം? സബ്സിഡി ഗവൺമെൻറ് ആർക്കാണ്? ഈ ഉണ്ടാക്കുന്ന വ്യക്തിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ വാല്യൂ കുറയ്ക്കേണ്ടി വരുന്നു. അപ്പോൾ
ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡികളെ കുറച്ച് നികുതികൾ കൂട്ടേണ്ടി വരുന്നു. അപ്പോൾ ഈ ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, GVA ഇത് രണ്ടും എടുത്ത് മാറ്റി കളഞ്ഞിട്ട് പ്രൊഡക്റ്റിൻ്റെ ബേസിക് വാല്യൂ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ. GDP എന്ന് പറയുന്ന സമയത്ത് എന്ത് പറ്റുന്നു, ഇങ്ങനെയല്ല. GDP എന്ന് പറയുമ്പോൾ അതിന് ഉൽപ്പന്നത്തിലുള്ള നികുതിയും ഉൽപ്പന്നത്തിന്മേലുള്ള സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യുന്നു, കൂട്ടിച്ചേർക്കപ്പെടുന്നു. അതിന് നെറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് GDPയും GVAയും തമ്മിലുള്ള വ്യത്യാസം. പ്രൊഡക്റ്റിൻ്റെ യഥാർത്ഥ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും എന്ത് ഉപയോഗിച്ചിട്ടാണ്, GVA ഉപയോഗിച്ചിട്ടാണ്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത് മൊത്ത വർദ്ധിത മൂല്യം പ്ലസ് ഉൽപ്പന്ന നികുതി മൈനസ് ഉൽപ്പന്ന സബ്സിഡിയാണ്. അപ്പോൾ നമുക്കൊരു GVA നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്നും എങ്ങനെ GDP കണ്ടെത്താമെന്ന് ചോദിച്ചാൽ GVAയുടെ കൂടെ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റിലുള്ള ടാക്സ് കൂട്ടി സബ്സിഡി കുറയ്ക്കണം. അപ്പോൾ സബ്സിഡി നമുക്ക് ഓൾറെഡി ഗവൺമെൻറ് തരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനകത്തേക്ക് അത്രയും കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ സബ്സിഡി കുറയ്ക്കണം. ടാക്സ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, ടാക്സ് കൂട്ടണം. ടാക്സ് കൂട്ടി സബ്സിഡി കുറച്ച് GVAയുടെ കൂടെ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, GDP എന്ന് പറയുന്നത്. അപ്പോൾ GVA എന്ന് പറയുന്നത് സബ്സിഡിയും ടാക്സും ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രൊഡക്റ്റിൻ്റെ യഥാർത്ഥ വാല്യൂ ആണ് GVA. അതുകൊണ്ട് നമ്മളിപ്പോൾ കൂടുതൽ റെലവൻസ് കൊടുക്കുന്നത് GVAക്കാണ്. അടുത്തത് ബേസിക്കായിട്ട് നമ്മൾ പറഞ്ഞു സാമ്പത്തിക വളർച്ചയും വികസനവും. അത് നമുക്കൊരു ബേസിക് ഐഡിയയിലൂടെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പണമൂല്യമാണ് എന്തിലുണ്ടാവുന്നത്, സാമ്പത്തിക വളർച്ചയിലുണ്ടാവുന്നത്. സാമ്പത്തികമായിട്ടുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ആയിട്ടുള്ള ഗ്രോത്ത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ ഫാക്ടേഴ്സ് ഒന്നും വരുന്നില്ല. പണം കൂടിയോ കുറഞ്ഞോ എന്ന് മാത്രമേ നമ്മൾ എന്തിൽ നോക്കുന്നുള്ളൂ, സാമ്പത്തിക വളർച്ചയിൽ നോക്കുന്നുള്ളൂ. അതേസമയം സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്കണോമിക് ഗ്രോത്തിനേക്കാളും ഡെവലപ്മെൻറ്റ്സ് എത്ര നടന്നിട്ടുണ്ട്, ആളുകൾക്ക് എത്രത്തോളം വികസനം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള സോഷ്യൽ കണ്ടീഷൻസ് കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സാമ്പത്തിക വികസനം കൺസിഡർ ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലയളവിൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിലുള്ള വർധനമാണ്. GDP എത്ര കൂടി, എത്രത്തോളം വളർച്ച കൈവരിച്ചിട്ടുണ്ട്, ഇന്ത്യൻ GDP ഇത്ര ശതമാനം ഉയർന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ മജോറിറ്റി ഓഫ് ആളുകളും പട്ടിണിയിലായിരിക്കും. അപ്പോൾ GDP മാത്രം ഉയർന്നതുകൊണ്ട് കാര്യമുണ്ടോ, ഇല്ല. അതുകൊണ്ടാണ് പിന്നീട് എന്ത് വന്നത്, സാമ്പത്തിക വികസനമൊക്കെ പിന്നീട് വരുന്നത്. അപ്പോൾ വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്കണോമിക് ഗ്രോത്ത് മാത്രമാണ്. അപ്പോൾ ഈ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആലോചിച്ച് വയ്ക്കുക, എന്താണ്, നിശ്ചിത കാലയളവിൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിലുള്ള വർധനമാണ്. പ്രധാനമായി എണ്ണം വ്യക്തമാക്കുന്ന ഗണ്യമായി അളക്കാനുള്ള വർധനവുകളെയാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്താണ്, അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, GDP, GNP, NDP ഇതെല്ലാം എന്താണ്, പണമൂല്യമാണ്. പണം മാത്രമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. അതിനാണ് നമ്മൾ എന്ത് പറയുക, സാമ്പത്തികമായിട്ടുള്ള വളർച്ച. നമ്മൾ കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്ന ഒരു മെട്രിക്സ് അതിനുണ്ടാവും. അതിനാണ് നമ്മൾ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. അടുത്താണ് സാമ്പത്തിക വികസനം. എന്താണ് സാമ്പത്തിക വികസനം? ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത് അല്ല, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. സർവ്വതും ഗുണനിലവാരത്തിലുണ്ടാകുന്ന മെച്ചപ്പെടുത്തലാണ്. അതിൽ സാമ്പത്തിക വളർച്ചയ്ക്ക് പുറമെ സാമ്പത്തിക വളർച്ച കൂട്ടുന്നുണ്ട്. കൂടാതെ ജീവിത നിലവാരത്തിൽ പുലർത്തുന്നത്, അതായത് പോഷകാഹാര ലഭ്യത, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ വർധനവ്, ഇതിൻ്റെയൊക്കെ എല്ലാം വാല്യൂകൾ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, അഥവാ വികസനം എന്ന് പറയുന്നത്. വികസനം സംഭവിക്കണമെങ്കിൽ പൈസ മാത്രം കൂടിയാൽ പോരാ, അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾ നമുക്ക് വേണം. വീടുകൾ, അതുപോലുള്ള ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ, പാർപ്പിടങ്ങൾ, അതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് മുഴുവൻ നമുക്ക് വേണം. അതിനെ നമ്മൾ കൂട്ടുന്നതിനാണ് നമ്മൾ സാമ്പത്തിക വികസനം എന്ന് പറയുന്നത്. പ്രതിശീർഷ വരുമാനം, മാനവ വികസന സൂചിക, മാനവ സന്തോഷ സൂചിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു ജനറേഷനിൽ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് എന്തിനാണ്, പൈസ മാത്രം വളർന്നാൽ പോരാ, അവിടുത്തെ ആളുകൾക്ക് അത് എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, പെനിട്രേറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് എന്ന് കണക്ക് കൂട്ടുന്നതിനാണ് നമ്മൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് കൂടി ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ വലിയ വാല്യൂ ആണ്, ബ്രോഡ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗ്രോത്തിനേക്കാളും വലിയ വാല്യൂ ആണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ വികസന സൂചികകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് എക്സാമ്പിളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ഫാക്ച്വൽ ഡാറ്റയാണ്, ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അതങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. വികസന സൂചികകളിൽ ഒന്നാമത്തേതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു അളവുകോലാണ് പ്രതിശീർഷ വരുമാനം. മൊത്തത്തിലുള്ള വാല്യൂ കൂട്ടിയാൽ പോരാ. ഇപ്പോൾ നമുക്ക് അമേരിക്കയിൽ 100 കോടി വരുമാനം കിട്ടി, ഇന്ത്യക്ക് 100 കോടി വരുമാനം കിട്ടി എന്ന് പറയുമ്പോൾ രണ്ട് രാജ്യങ്ങൾ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അമേരിക്കയിൽ ഇപ്പോൾ 30 കോടി ആളുകളേ ഉള്ളൂ, ഇന്ത്യയിൽ 150 കോടി ആളുകളുണ്ടെങ്കിൽ എന്താണ്, ഓരോ വ്യക്തിക്കും ഇതിൻ്റെ ഷെയർ എത്ര പോകുന്നുള്ളതിന് വാല്യൂവിൽ വ്യത്യാസം വരും. അമേരിക്കയിൽ ഓരോ വ്യക്തിയും ഏൺ ചെയ്യുന്ന വാല്യൂ കൂടുതലും, ഇന്ത്യയിലെ ഓരോ വ്യക്തിയും ഏൺ ചെയ്യുന്ന വാല്യൂ കുറവുമായി തീരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വാല്യൂ ആ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രതിശീർഷ വരുമാനം എന്നുള്ളത് പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിനുള്ള അളവുകോലായിരുന്നു എന്ത്, ഈ പ്രതിശീർഷ വരുമാനം. അതായത് ദേശീയ വരുമാനം നമ്മൾ കണ്ടെത്തി, 3 മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്തു, ദേശീയ വരുമാനം കണ്ടെത്താനുള്ള മാർഗ്ഗം നമ്മൾ പഠിച്ചു. അതിൽ നിന്നും രാജ്യത്തിൻ്റെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 1 കോടിയാണ് വാല്യൂ എങ്കിൽ, അപ്പോൾ 1 കോടി, ഒരു രാജ്യത്ത് 100 പേരുണ്ട്, ഒരു രാജ്യത്ത് 1000 പേരുണ്ട്,
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 1 കോടി ബൈ 100 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണോ അതാണ് അവിടുത്തെ ഓരോ വ്യക്തിക്കും അതിലുള്ള ഷെയർ. 1 കോടിയിൽ നിന്നും 1000 ആളുകളുടെ ജനസംഖ്യയുള്ള സ്ഥലത്ത് എന്നാലോ 1 കോടിയിൽ നിന്നും 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണോ അതാണ് അവിടുത്തെ ഓരോ ആളുകളുടെയും ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഷെയർ എന്ന് പറയുന്നത്. അപ്പം കൂടുതലായിട്ടും 100 പേരുള്ള ആളുകൾ അവിടെ എന്ത് ചെയ്യുന്നു, ആ 100 പേര് ചേർന്ന് 1 കോടി രൂപ രാജ്യത്ത് എന്ത് ചെയ്യുന്നു, ദേശീയ വരുമാനമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഓരോ പെർ ക്യാപിറ്റ കൂടുതലായിരിക്കും, 1000 പേരുള്ള സ്ഥലത്ത് പെർ ക്യാപിറ്റ കുറവായിരിക്കും. അപ്പോൾ ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ 150 കോടിയോളം ആളുകളുണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ള പെർ ക്യാപിറ്റ ഇൻകം എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ചിലപ്പോൾ കുറവായിരിക്കാം. പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് മൊത്തം ദേശീയ വരുമാനത്തെ അവിടുത്തെ ജനസംഖ്യ കൊണ്ട് ബേസിക്കലി ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് എന്ത് പറയുന്നത്, പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അടുത്തത് മാനവ വികസന സൂചിക. അടുത്തത് എന്താണ്, മാനവ വികസന സൂചിക, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് നമ്മൾ പറയുന്നു. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. സാമ്പത്തിക വികസനം അളക്കുന്നതിന് മാനവ വികസനത്തെ അടിസ്ഥാനമാക്കി ആരാണ്, ഐക്യരാഷ്ട്രസമിതി 1990 വികസിപ്പിച്ചെടുത്ത സൂചികയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ആരാണ്, UN, ഐക്യരാഷ്ട്രസമിതി 1990 വികസിപ്പിച്ച സൂചികയാണ് മാനവ വികസന സൂചിക. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത് 3 ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എല്ലാ എക്സാമുകൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടാണ് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു മേഖലയാണ്. എന്തൊക്കെ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പറയുന്ന മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത്? നമ്മൾ 2 കാര്യങ്ങൾ ഓൾറെഡി പഠിച്ചു. ഐക്യരാഷ്ട്രസഭയാണ് 1990 തുടങ്ങിയത്. എന്താണ്, ആയുർദൈർഘ്യം, സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും പ്രതിശീർഷ വരുമാനം. അപ്പോൾ നമ്മൾ അവിടെയുള്ള ആളുകൾക്ക് മൊത്തം എത്ര പ്രതിശീർഷ വരുമാനം കിട്ടുന്നുണ്ട്, പെർ ക്യാപിറ്റ ഇൻകം മൊത്തത്തിൽ എത്ര കിട്ടുന്നുണ്ട്, ആയുർദൈർഘ്യം എത്ര വയസ്സ് വരെ ആളുകൾ ജീവിക്കുന്നുണ്ട്, സാക്ഷരത എത്രയാണ്, കൂടാതെ മൊത്ത സ്കൂൾ പ്രവേശനം, സാക്ഷരത മാത്രം പോരാ സ്കൂൾ പ്രവേശന നിരക്ക് എത്രയാണെന്ന് കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആയുർദൈർഘ്യം, അതുപോലെ സാക്ഷരത, അത് മൊത്ത സ്കൂൾ പ്രവേശന നിരക്ക്, പ്രതിശീർഷ വരുമാനം, ഈ 3 വാല്യൂസുകൾ കൂട്ടിയിട്ടാണ് നമ്മളെന്ത് പറയുന്നത്, മാനവ വികസന സൂചികയിൽ വരുന്നത്. ഇപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി എത്രയുണ്ട്, പെർ ക്യാപിറ്റ ഇൻകം എത്രയുണ്ട്, ഗ്രോസ് സ്കൂൾ എൻറോൾമെൻറ്റ് റേഷ്യോ അഥവാ മൊത്ത സ്കൂൾ പ്രവേശന നിരക്ക്, കൂടാതെ സാക്ഷരത അഥവാ ലിറ്ററസി, ഇത്രയും കാര്യങ്ങൾ കൂടി വരുന്നതിനാണ് നമ്മൾ മാനവ വികസന സൂചികയിൽ മെഷർ ചെയ്യുന്നത്. ഇവ ഓരോന്നിൻ്റെയും മൂല്യം പ്രത്യേകം കണക്കാക്കി അവയുടെ ശരാശരി കണ്ടെത്തിയാണ് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത്. ഇവയുടെ മൂല്യം 0-നും 1-നും ഇടയിലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. മാനവ വികസന സൂചികയുടെ 3 ഇൻഡെക്സുകൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു, ഏത് വർഷമാണ് ആരാണ് തുടങ്ങിയതെന്ന് പറഞ്ഞു. അടുത്തതെന്ന് പറയുന്നതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 0-നും 1-നും ഇടയിലായിരിക്കും. 0 മുതൽ 1 വരെയുള്ള വാല്യൂ ആണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഇൻഡെക്സുകൾ, ഓരോ ഇൻഡെക്സുകളുടെയും മൊത്തം വാല്യൂ കണക്ക് കൂട്ടി അതിൻ്റെ ആവറേജ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ വാല്യൂ നോക്കുന്നു. 0.55 താഴെയാണെങ്കിൽ അത് ഏറ്റവും താഴ്ന്ന മാനവ വികസനമായിരിക്കും. 5.50-നും 6.99-നും ഇടയിലാണെങ്കിൽ ഇടത്തരം മാനവ വികസനമായിരിക്കും. ഇനി 0.700-നും 7.799-നും ഇടയിലാണെങ്കിൽ ഉയർന്ന മാനവ വികസനവും. ഇനി 0.800-ൽ കൂടുതലാണെങ്കിൽ അതിൽ വളരെ ഉയർന്ന മാനവ വികസനമായിരിക്കും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 4 എണ്ണത്തിലാണ്, 4 രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 0.550 ആണെങ്കിൽ ഒട്ടുമില്ല, താഴെയായിരിക്കും. 5.50-നും 0.699-നും ഇടയിലാണെങ്കിൽ ഇടത്തരം വികസനമായിരിക്കും. 0.700-നും 0.799-നും ഇടയിലാണെങ്കിൽ ഉയർന്ന മാനവ വികസനമായിരിക്കും. ഇനി 0.800-ൽ കൂടുതലാണെങ്കിലാണ് നമ്മൾ വളരെ ഉയർന്ന മാനവ വികസനമായിട്ട് കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ നമ്മൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അവർക്കെല്ലാം ഈ 0.800-ന് കൂടുതലായിരിക്കും, എപ്പോഴും വളരെ ഉയർന്ന മാനവ വികസനമായിരിക്കും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ, നോർവീജിയൻ ഏരിയാസിലൊക്കെ നമ്മൾ കാണുക. നോർഡിക് കൺട്രീസൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് മാനവ വികസന സൂചിക. ഐക്യരാഷ്ട്രസഭ 1990, ആയുർദൈർഘ്യം, സാക്ഷരത, സ്കൂൾ പ്രവേശന നിരക്ക്, പ്രതിശീർഷ വരുമാനം അഥവാ ലൈഫ് എക്സ്പെക്റ്റൻസി, ലിറ്ററസി, ഗ്രോസ് സ്കൂൾ എൻറോൾമെൻറ്റ് റേഷ്യോ ആൻഡ് മൊത്തത്തിലുള്ള പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം. ഇതിൻ്റെ വാല്യൂ 4 നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് പഠിക്കുമ്പോൾ ഓർത്ത് വയ്ക്കുക, മാനവ വികസന സൂചിക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്താണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് അഥവാ PQLI, ഭൗതിക ജീവിത ഗുണമേന്മ സൂചിക. 1979 സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള മോറിസ് ഡേവിസ് വികസിപ്പിച്ച ഒരു ഭൗതിക വികസന സൂചികയായിരുന്നു ഭൗതിക ജീവിത ഗുണമേന്മ സൂചിക അഥവാ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. അപ്പോൾ PQLI ഡെവലപ്പ് ചെയ്ത ആരാണ്? 1979 സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന മോറിസ് ഡേവിസ് വികസിപ്പിച്ചു. ആരാണ്? PQLI വികസിപ്പിച്ച ആളാണ് മോറിസ് ഡേവിസ് വികസിപ്പിച്ചാണ് ഈ പറയുന്ന PQLI. ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക തയ്യാറാക്കുന്നത് 3 സൂചികകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇവിടെ ഉണ്ട് 3 സൂചികകൾ. എന്തൊക്കെയാണ്? അടിസ്ഥാന സാക്ഷരതാ സൂചിക, ബേസിക് ലിറ്ററസി, ശിശുമരണ നിരക്ക്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി,
ആയുർദൈർഘ്യം, ലൈഫ് എക്സ്പെക്റ്റൻസി. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സാക്ഷരത എത്രയുണ്ട്, എത്ര ലിറ്ററസി റേറ്റ് ഉണ്ട്. അവിടെ പണം കണക്ക് കൂട്ടുന്നില്ല. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫാണ്, പണമില്ല, ഫിസിക്കൽ ക്വാളിറ്റിയാണ്. ഫിസിക്കൽ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്ത ആരാണ്? 79 ഡേവിഡ് മോറിസ് ആണ്. അദ്ദേഹം എന്തൊക്കെയാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇൻഡിസസ് എന്ന് പറയുന്നത്? അടിസ്ഥാന സാക്ഷരതാ സൂചിക, ബേസിക് ലിറ്ററസി എത്രയുണ്ട്, ശിശു മരണ നിരക്ക് എത്രയുണ്ട്, ആയുർദൈർഘ്യം എത്ര പോകുന്നുണ്ട്, ഈ 3 സൂചകങ്ങളുടെയും ശരാശരിയാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക. അപ്പോൾ ഭൗതിക ജീവിതം എന്ന് പറയുമ്പോൾ ഓർക്കുക അവിടെ പണം വരുന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ തെറ്റിക്കാനായിട്ട് അവിടെ എന്ത് ചെയ്യാം? ആ പറഞ്ഞ പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ആലോചിക്കുക, അവിടെ പണമില്ല, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫാണ്, അടിസ്ഥാന സാക്ഷരതയും ശിശുമരണ നിരക്കും ആയുർദൈർഘ്യവുമാണ് ഇവിടുത്തെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് വരുന്നത്. കണ്ടെത്തിയത് 79 സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന മോറിസ് ഡേവിസ് മോറിസ് ആണെന്നുള്ള കാര്യം കൂടി ആലോചിച്ച് വയ്ക്കുക. അടുത്താണ് സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. എപ്പോഴും കേട്ടിട്ടുണ്ടാവും SDG ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട്. അത് തന്നെയാണിത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അഥവാ സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി രാജ്യങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക ഉപയോഗിച്ചിട്ടാണ്. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരുപാട് കോഴ്സിൽ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നു, അത് തീർന്നു പോകുമോ ഇല്ലയോ എന്നുള്ള പരിഗണന നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ അടുത്ത ജനറേഷൻ കൂടി എന്ത് ചെയ്യണം? അത് ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അടുത്ത ജനറേഷൻ്റെ എബിലിറ്റിയെ എന്ത് ചെയ്യാൻ പാടില്ല? ഇതേ റിസോഴ്സ് ഉപയോഗിക്കുന്ന എബിലിറ്റിയെ തകർക്കാൻ പാടില്ല. അതിനാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി അഥവാ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ സസ്റ്റൈനബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും വികസന പുരോഗതി കണക്കാക്കുന്നതിന് നിതി ആയോഗ് ഐക്യരാഷ്ട്രസഭയുമായി സഹകരിച്ച് തയ്യാറാക്കുന്ന ഒരു സമഗ്ര വികസന സൂചികയാണ് സുസ്ഥിര വികസന സൂചിക. SDG ഇന്ത്യയിൽ കണക്ക് കൂട്ടുന്നുണ്ട്. അതാരാണ് ചെയ്യുന്നത്? നിതി ആയോഗാണ്. ഐക്യരാഷ്ട്രസഭയുമായി സഹകരിച്ചാണ് അറിയുന്നത്, നിതി ആയോഗാണ് ഇന്ത്യയിലെ SDG ഇൻഡെക്സ് കൂട്ടുന്നത്. നമ്മളെപ്പോഴും കാണാറുണ്ട് കേരളമൊക്കെ എപ്പോഴും എന്തായിരിക്കും SDG ഇൻഡെക്സിൽ ഫ്രണ്ടിലായിരിക്കും. അതിന് 17 ലക്ഷ്യങ്ങളുണ്ട്. ഈ 17 ലക്ഷ്യങ്ങളും കൈവരിക്കാനായിട്ട് ഏറ്റവും മുൻനിരയിൽ എപ്പോഴും ഉണ്ടാവും, ഫ്രണ്ട് റണ്ണറായിട്ട് എപ്പോഴും കേരളം ഉണ്ടാവും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക, ലിസ്റ്റുകളൊക്കെ എല്ലാ വർഷവും നോക്കി വെക്കണം. 2018 ആരംഭിച്ച SDG, അപ്പോൾ എന്നാണ് തുടങ്ങിയത്? 2018 ഇന്ത്യയിൽ SDG ഇന്ത്യ സൂചിക തുടങ്ങിയത്. ആരാണ് തുടങ്ങിയത്? നിതി ആയോഗാണ്. ഇന്ത്യയിലെ സാമ്പത്തിക, സാമൂഹിക, പരിസ്ഥിതിക മേഖലകളിലെ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെയും വിലയിരുത്തുന്നു. SDG 17 എന്നാണ് നമ്മൾ ജനറലി പറയാറ്. 17 ഗോൾസ് ഉണ്ട്. ഈ 17 ഗോൾസും അച്ചീവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? UN ഇതിനൊരു കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഒരു പോസ്റ്ററൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഓരോ വാല്യൂസും. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ ഇത് കണക്ക് കൂട്ടുന്നത് നിതി ആയോഗാണ്. അതിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യാം? കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ എപ്പോഴും ഫ്രണ്ടിൽ കാണുന്ന കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. 17 ലക്ഷ്യങ്ങളാണ് ഇതിൽ ഉള്ളത്. 2018 ആരംഭിച്ചത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 49 താഴെ, 0 മുതൽ 50 താഴെ, 49 വരെയാണെങ്കിൽ അപ്പോൾ ആസ്പിരൻ്റ് ആണ്, അത് നിലവിലെത്തിയിട്ടില്ല, അവർക്ക് കൂടുതൽ പരിശ്രമം ആവശ്യമാണ്. എന്നാൽ പെർഫോമർ ആകുമ്പോഴോ 50 മുതൽ 64 വരെയുള്ള വാല്യൂ ആണെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പെർഫോമറാണ്. 65 മുതൽ 99 വരെയാണെങ്കിൽ ലക്ഷ്യങ്ങളിലേക്ക് വേഗത്തിൽ മുന്നേറുന്ന ഫ്രണ്ട് റണ്ണറായിരിക്കും. എന്നാൽ 100 ആകുമ്പോൾ മാത്രമേ അയാൾ എന്താവുള്ളൂ? അച്ചീവർ ആവുള്ളൂ. 100 എന്ന് പറയുന്ന ഒരു ഡ്രീം സ്കോർ അച്ചീവ് ചെയ്താൽ മാത്രമേ അയാൾ പെർഫോമർ ആവത്തുള്ളൂ. 65 മുതൽ 99 വരെയാണെങ്കിൽ ഫ്രണ്ട് റണ്ണറും, 50 മുതൽ 64 വരെയാണെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പെർഫോമറും, 0 മുതൽ 49 വരെയാണെങ്കിൽ ആസ്പിരൻറ്റുമായിരിക്കും. കാരണം ഇങ്ങനെ വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കൂടുതൽ സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ഈ 65 to 99 എന്നൊക്കെ പറയുന്ന സമയത്ത് 100 ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അച്ചീവർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ കേരളം വളരെ ഫ്രണ്ട് റണ്ണർ ആണെങ്കിലും ചില മജോറിറ്റി ഓഫ് ദ സ്റ്റേറ്റ്സുകൾ എന്ത് ചെയ്യാം? ഈ ഫ്രണ്ട് റണ്ണർ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ അത്രയും സ്റ്റേറ്റുകൾ അച്ചീവ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വാല്യൂ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, വാല്യൂസ് ഒന്ന് ഓർത്തിരിക്കുക. 49 വരെ ആസ്പിരൻറ്റ്, 50 മുതൽ 64 വരെ പെർഫോമർ, 65 മുതൽ 99 വരെ ഫ്രണ്ട് റണ്ണറും, 100 മാത്രമുള്ളവർക്ക് അച്ചീവർ പൊസിഷനും കൊടുക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട ഒരു സൂചികയാണ് മാനവ ദാരിദ്ര്യ സൂചിക. അപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത? ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് മാനവ വികസന സൂചികയുടെ പൂരകമായിട്ടാണ്. അത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കണ്ടെത്തി. ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ മാത്രം പോരല്ലോ, എത്രത്തോളം ആൾക്കാർ ദാരിദ്ര്യ സൂചികയുടെ താഴെയാണ് ജീവിക്കുന്നത്, ഇത് കണക്ക് കൂട്ടണം. അതിന് വേണ്ടിയിട്ട് ഐക്യരാഷ്ട്ര സംഘടന തന്നെ തുടങ്ങിയ ഒരു സൂചികയാണ് മാനവ ദാരിദ്ര്യ സൂചിക. ഇതിൻ്റെ ആദ്യ റിപ്പോർട്ട് വന്നത് 97 ആദ്യ റിപ്പോർട്ട് വന്നത് 1997. ഇതിൻ്റെ ഘടകം എന്താണ്? സാക്ഷരത, ആയുർദൈർഘ്യം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനസംഖ്യയുടെ ശതമാനം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്തായാലും ലിറ്ററസി റേറ്റ് ഉണ്ടാവും, ആയുർദൈർഘ്യം ഉണ്ടാവും. മെയിൻ പ്രശ്നം എന്താണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനസംഖ്യയുടെ ശതമാനം കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിന് ദാരിദ്ര്യ സൂചിക എന്നുള്ള പേര് വന്നത്. മാനവ ദാരിദ്ര്യ സൂചിക ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനസംഖ്യയുടെ ശതമാനവും ആയുർദൈർഘ്യവും സാക്ഷരതാ നിരക്കും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നു. ആര് തന്നെയാണ് കൊണ്ടുവന്നത്? ഐക്യരാഷ്ട്രസഭ തന്നെ 97 കൊണ്ടുവന്നത്. ഇനി അതുപോലെ തന്നെ ദാരിദ്ര്യം കണക്ക് കൂട്ടിയെങ്കിൽ എന്ത് പറ്റും? അടുത്തതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നേരെ ഓപ്പോസിറ്റുള്ള കാര്യം കൂടി വേണമല്ലോ. സന്തോഷ സൂചിക, ഹാപ്പിനെസ് ഇൻഡെക്സ്, ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് അഥവാ മാനവ സന്തോഷ സൂചിക. ആരാണ്? ഭൂട്ടാനാണ്. ഇത് ശ്രദ്ധിക്കുക, മാനവ സന്തോഷ സൂചിക എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് കൊണ്ടുവരാനായിട്ട് മുൻകൈ എടുത്തത് ആരാണ്? ഭൂട്ടാനാണ്. ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് കൊണ്ടുവന്നത് ഏഷ്യൻ രാജ്യമായിട്ടുള്ള ഭൂട്ടാനാണ്. നമ്മുടെ തൊട്ടയൽ രാജ്യമാണ്, ഒരു കുഞ്ഞൻ രാജ്യമാണ്.
ഐക്യരാഷ്ട്ര സംഘടന ഇതിന് അംഗീകാരം കൊടുക്കുകയായിരുന്നു. ഇത് 9 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നതിൽ 9 ഘടകങ്ങൾ, സന്തോഷം നൽകുന്നു എന്ന് അവർ വിശ്വസിക്കുന്ന 9 ഘടകങ്ങൾ കൂട്ടി ഭൂട്ടാനാണ് മാനവ സന്തോഷ സൂചിക അഥവാ ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് കൊണ്ടുവന്നത്. ഇതിനകത്ത് ആരോഗ്യം, ജീവിത നിലവാരം, പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും സംരക്ഷണം, സാമൂഹിക ജീവിതം, അയൽപ്പക്ക ബന്ധവും, അഴിമതിരഹിത ഭരണം, സാംസ്കാരിക വൈവിധ്യം, വിദ്യാഭ്യാസം, സമയത്തിൻ്റെ ഫലപ്രദമായ ഉപയോഗം, മാനസികാരോഗ്യം, എല്ലാ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ആരോഗ്യം നമുക്ക് ഹാപ്പിനെസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഫാക്ടറാണ്. ജീവിത നിലവാരം കൂടുന്നതിനനുസരിച്ച് ഇത് കൂടുന്നു. പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും സംരക്ഷണം കൂടി നമ്മൾ എന്താണ് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പാട്ട് വഹിക്കുന്നുണ്ട്. നമ്മൾ 2 സ്ഥലങ്ങളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. കുറച്ചും കൂടി ജൈവ വൈവിധ്യമുള്ള സ്ഥലങ്ങളൊക്കെ നിൽക്കുമ്പോൾ കുറച്ചും കൂടി പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അടുത്തതെന്ന് പറയുന്നത് സാമൂഹിക ജീവിതവും അയൽപ്പക്ക ബന്ധവും. ഇത് റോങ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പുറത്തെ വീട്ടുകാരൊക്കെ ആയിട്ട് ബന്ധം എന്താണ് വഷളാണെങ്കിൽ, വഴക്കുണ്ടാക്കുന്നതാണെങ്കിൽ നമുക്കൊരു സ്വസ്ഥതയും സമാധാനം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ സാമൂഹിക ജീവിതവും അയൽപ്പക്ക ബന്ധവും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. കൂടാതെ അഴിമതിരഹിത ഭരണവും ഇമ്പോർട്ടൻ്റ് ആണ്. അഴിമതിരഹിത ഭരണം, സാംസ്കാരിക വൈവിധ്യം എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. കൂടാതെ വിദ്യാഭ്യാസം, ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവർക്ക് കൂടുതൽ സെറ്റിൽഡ് ആവാനും കൂടുതൽ ഹാപ്പിനെസ് ലൈഫിൽ കൊണ്ടുവരാനും സാധിക്കുന്നു. സമയത്തിൻ്റെ ഫലപ്രദമായ ഉപയോഗം എന്ന് പറയുന്നത് വളരെ റെലവൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. കൂടാതെ മാനസികാരോഗ്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാനസികാരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ്? നമ്മൾ എങ്ങനെയാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ് ദേശീയ വരുമാനം? ആദ്യമായിട്ട് കണക്കൂട്ടിയവരുടെ പേര് നമ്മൾ ഇൻഫോർമലായിട്ട് ഇതിന് കൂടെ ഒന്ന് പറഞ്ഞു പോയി. കൂടാതെ നമ്മൾ ദേശീയ വരുമാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, 3 പ്രധാനപ്പെട്ട മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഇക്വേഷൻസ് പറഞ്ഞു, ഫോർമുലാസ് പറഞ്ഞു. അതിനുശേഷം പ്രധാനപ്പെട്ട ചില വേർഡ്സ് എന്തൊക്കെയാണ്, GDP, GNP പോലുള്ള ചില ടെർമിനോളജീസ് പഠിച്ചു. അതിൽ GDPയിൽ നിന്നും എങ്ങനെ കണ്ടെത്താം, GNP എങ്ങനെ കണ്ടെത്താം, NDP എങ്ങനെ കണ്ടെത്താം, NNP എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ എന്താണ്, കാണാതെ പഠിക്കാതെ എങ്ങനെയൊക്കെ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ള ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതുകൂടാതെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു, ഇതൊക്കെ നമ്മൾ എന്താണ് എക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യാനുള്ള ചില കാര്യങ്ങളായിരുന്നു. അപ്പോൾ കൃത്യമായ മെട്രിക്സോട് കൂടി നമുക്ക് സാമ്പത്തികമായ വളർച്ച അളക്കാം. എന്നാൽ ഇത് കൂടാതെ സാമൂഹികമായിട്ടുള്ള പുരോഗതി കൂടി നമുക്ക് അളക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു കാര്യത്തിന് ശേഷം വികസനം അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു. എന്താണ് വികസനം അളക്കുന്നത്, എങ്ങനെയാണ് മൊത്തത്തിലുള്ള ആളുകളുടെ സന്തോഷം എങ്ങനെ കൂടുന്നു എന്ന് തുടങ്ങി ആളുകളുടെ മൊത്തത്തിലുള്ള ജീവിത നിലവാരം കൂടുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ മെഷർ ചെയ്തു. ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്, ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്തവരാണ്, ഏത് വർഷമാണ്, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിൽ വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓവറോളായിട്ട് പഠിക്കുക. ഇതിനേക്കാളും കൂടുതലായിട്ട് ഫാക്ടേഴ്സ് പഠിക്കാനുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, 10th ലെവൽ എക്സാമുകൾക്കും ഡിഗ്രി ലെവൽ എക്സാം, നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിനനുസരിച്ച് വാല്യൂ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ബേസിക് ഫാക്റ്റുകൾ എന്തായാലും മനസ്സിൽ ഓർമ്മയുണ്ടാവണം. ടെക്സ്റ്റുകളിലുള്ള റെലവൻസ് ആണ്, ആ ഒരു ഡാറ്റയാണ് ഫൈനൽ ഡാറ്റ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഓർത്ത് വയ്ക്കുക. ചാപ്റ്റർ ലിസ്റ്റ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ SCRTയുടെ ക്ലാസ് 6 ചാപ്റ്റർ 6 എടുത്തിട്ടുണ്ട്. അതുപോലെ ക്ലാസ് 8 ചാപ്റ്റർ 4 എടുത്തിട്ടുണ്ട്. ക്ലാസ് 9 4ഉം 5ഉം എടുത്തിട്ടുണ്ട്. 10th ക്ലാസ്സിലെ പാർട്ട് 2 ചാപ്റ്റർ 7 എടുത്തിട്ടുണ്ട്. പ്ലസ് 1 1 to 5 ചാപ്റ്ററുകൾ എടുത്തിട്ടുണ്ട്. പ്ലസ് 2 മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന സെക്ടറിലെ ചാപ്റ്റർ 2 എടുത്തിട്ടുണ്ട്. ഇത്രയും ചാപ്റ്ററുകൾ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റാസൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ വായിച്ച് നോക്കാൻ ശ്രമിക്കുക. NCERT SCRT ബുക്കുകൾ പരമാവധി റീഡ് ചെയ്യാനായിട്ടും എന്ത് ചെയ്യുക ശ്രമിക്കുക. നമ്മൾ 2 ടെക്സ്റ്റ് ബുക്കുകൾ എടുത്തിട്ടുണ്ട്. 11th 12th കോമൺ ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പോൾ അത്രയും നോക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുമായിട്ട് വന്ന് അത് ഡിസ്കസ് ചെയ്യാം, പഠിക്കാം. ഇനി ബാക്കിയുള്ള എക്സാമുകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ SCRTയിലൂടെ നമുക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആക്കി മാറ്റുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക് യു.